അച്ഛനെയും അമ്മയെ അറിയില്ല. രക്തബന്ധത്തിലും അവകാശപ്പെടാൻ എനിക്കാരുമില്ല. കരുണയുള്ള നാഥന്റെ കാരുണ്യത്തിലും കരുതലിലും ഒരു അധ്യാപകനായി. വൈകാരികമായി നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ഒരുത്തരോ ഒരുത്തിയോ ഇല്ല എനിക്ക്. എന്നിട്ടും വളർന്നു വരുന്ന മക്കളെ ഓർത്ത് മനസ്സിൽ വല്ലാത്തൊരു പുകച്ചിൽ. അപ്പോ മക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളിലും ഉണ്ടാവില്ലേ അരുതാത്തത് കാണുമ്പോഴും കേൾക്കുമ്പോഴുമുള്ള ആശങ്ക? ഉണ്ടാവണം. കാരണം ഓരോ മാതാവിന്റെയും പിതാവിന്റെയും ആത്മാംശമാണ് അവരുടെ കുഞ്ഞുങ്ങൾ. ചൈൽഡ് ഈസ് ദ റിവാർഡ് ഓഫ് ലവ്. നമ്മുടെ സ്നേഹത്തിന്റെ സമ്മാനമല്ലേ കുഞ്ഞുങ്ങൾ? പിന്നെങ്ങനെ നമ്മൾ ആശങ്കപ്പെടാതിരിക്കും? പിന്നെങ്ങനെ നമ്മൾ ആശങ്കകൾ പങ്കുവെക്കാതിരിക്കും? എന്താ പറഞ്ഞേ? ഒരു കുസൃതി കുരുന്ന് പറഞ്ഞു കേട്ടില്ലേ? മക്കളുടെ വൈബിനൊപ്പം എബിമോഷം ഉണ്ടാകും. അകത്തേക്കൊരു ലോങ് ബെൽ, പുറത്തേക്കൊരു ലോങ് ബെൽ. ഇതിനിടയിൽ ഒതുങ്ങില്ല ഒരധ്യാപകന്റെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് സങ്കീർത്തന അരങ്ങിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കുരുന്നു പ്രതിഭ ബേബി ഉത്തര. ഞാൻ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് വർഷം 25ആയി. എന്റെ മാറ്റത്തിൽ കേട്ടാലേ കുട്ടികൾ കിടക്കാൻ പറ്റിയായിരുന്നു. എന്റെ ചൂരൽ പ്രയോഗം പറയുന്ന ചില വിദ്വാൻമാർ നിക്കറിൽ ഉള്ളിട്ടുണ്ട്, അറിയോ നിനക്ക്? അതൊക്കെ ഒരു കാലം. ചൂരൽ പ്രയോഗം പറ്റിയതോടെ മക്കൾ മാഷന്മാരെ തലേ കയറാൻ തുടങ്ങി. വാളില്ലാത്ത വെളിച്ചപ്പാട്ടെ വടിയില്ലാത്ത മാഷയും ഒരുത്തരും പേടിക്കില്ല. വടി പോയ മാഷ് മക്കളൊന്നും വടി വാങ്ങി തുടങ്ങി. പരിഹസിതല്ല മാഷെ, രക്ഷിതാക്കളെ മക്കളെ കൈവരി വിട്ടിരിക്കുക. അത് കണ്ടറിഞ്ഞ് മക്കളുടെ പെരുമാറില്ല വലിയ പരിക്കില്ലാത്ത വിഷമം. എന്റെ നെറ്റി കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഞാൻ കയ്യിൽ കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മാഷ് പറയുന്നത്? കൊടുക്കില്ല. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റുഡന്റും എന്റെ മാഷം നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചിട്ടില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പേരൻസിന് വീടറിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഫീസ് കൊടുത്ത് ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടും. പേടിന്ന് പറയുന്ന സാധനം കുട്ടികൾക്കില്ല. ഞാൻ എന്ത് ചെയ്യണം മാഷെ? കാര്യം എന്റെ നെറ്റി കല്ലെറിഞ്ഞ് പൊട്ടിച്ചത് മാഷ് കണ്ടില്ലേ? മാഷ് എന്ത് ചെയ്തു? തിരിച്ചൊന്നും തല്ലാൻ പറ്റിയോ? തല്ലി എന്റെ കുഞ്ഞു മാഷെ, കുട്ടികളൊന്നും പിച്ചാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ നയിക്കണം രക്ഷിതാക്കളും ജാഗ്രതാ സമിതിയും ബാലാവകാശ കമ്മീഷനും മീഡിയയും കുട്ടികൾ കുട്ടികളെ കാണിക്കുമ്പോ ഒന്ന് തിരിച്ചു പോയി കൊച്ചുകളെ പിടിച്ചിരുന്നു പറഞ്ഞ് അന്ന് ചർച്ചയിൽ അധ്യാപകരെ മക്കളുടെ അന്തരാക്കി മാറ്റി കഴിയും. മാപ്പുകൾ ശരിയല്ലേ?
അല്ല പലർക്കും അനുഭവമുള്ളതല്ലേ. പിന്നെ എന്തിനാ മാഷെ ഇതിനൊക്കെ തലവെച്ച് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതുണ്ടോ? എന്താണെന്നറിയോ? അറിയാമോ? ഇല്ല. ജാനകുട്ടി, ഇതുകൊണ്ട് അറിയല്ലേ മാഷ് ചത്തുവോ? അയ്യോ എലി പക്ഷേ കുട്ടിയോട് ഇങ്ങനെ വയലന്റ് ആവാൻ തുടങ്ങിയ എന്ത് ധൈര്യത്തിലെ വീട്ടുകാർ അധ്യാപകരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാം? മാഷ് എന്തേ പറഞ്ഞു? ഓ, കുട്ടിയോട് ഇങ്ങനെ വയലന്റ് ആവാൻ തുടങ്ങിയ എന്ത് ധൈര്യത്തിലാ വീട്ടുകാർ അധ്യാപകരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാം? ഇരുത്തല്ല, ഇന്ന് തന്നെ ടീസി കൊടുത്ത് ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടോ? ജാനകിക്ക് ഒരു കുഴപ്പമില്ല, കുഴപ്പം മാഷിനാണ്. അത് കളക്കി വന്ന്. അതിലേറെ സമർത്ഥനായ കുഴപ്പക്കാരനാണ് ജോളി മാഷ്. എന്നാ പിന്നെ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ. ഇതിന് എന്തിനോ? അല്ല ഈ സിലബസ് ഒക്കെ തീർക്കട്ടെ. പിന്നെ മാഷല്ലേ ചെല്ലു മാഷേ. മാഷേ, മാഷൊന്നും പറയണ്ട, കുട്ടികൾ വേണം നമ്മൾ കേൾക്കേണ്ടത്. അവർക്ക് പലതും ചോദിക്കാനും പറയാനും ഉണ്ടാകും. സംശയങ്ങളാകാം, പരാതികളാകാം, പരിഭവങ്ങളാകാം. അതെന്താണെങ്കിലും അത് കേൾക്കാൻ മനസ്സുണ്ടാവുക എന്നതാണ് മുതിർന്നവർ കുട്ടികളോട് കാണിക്കേണ്ട ആദ്യത്തെ കടമ. ഞാൻ കണ്ടില്ലേ, അല്പം മുമ്പ് മാഷെ അറിയാവുന്ന മോള. അവളിപ്പോ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൾ അവളുടെ ലോകത്താണ്. ഇതാ പറഞ്ഞത്, കുഞ്ഞു മനസ്സിൽ കണ്ണമില്ല. കരയാനും ചിരിക്കാനും വാടിത്തളർന്നുറങ്ങാനും അവർക്ക് നിമിഷങ്ങൾ മതി. മാഷൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. നെറ്റിക്കയറുകൊണ്ട് ധരിക്കാം. കൊച്ചിന്റെ പാരന്റ്സിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഓ, കുട്ടിയോടെന്ത് കുരുത്തകളെ കാണിച്ചാലും മാഷ് അവർക്കൊപ്പല്ലേ നിൽക്കൂ. രക്ഷിതാക്കളോട് 4 വർത്താനം പറയാനുണ്ട്. അതിനാ വരാൻ പറഞ്ഞത്. മാഷ് അതിൽ ഇടപെടാതിരുന്നാ മതി. ഞാൻ ഇടപെടുന്നില്ലേ? ആ. ആ, അതെ, അവരെത്തി കഴിച്ചു. ജാനകി, ജാനകി, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഗൗരവത്തിലാണല്ലോ. എന്താ സാറേ പ്രോബ്ലം? എന്തിനാ വേഗം വരാൻ പറഞ്ഞേ? ഓഫീസിൽ സ്റ്റാഫും കുറവാണ്, വർക്കിനോടുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും ടൈമില്ല. പ്രശ്നം മറ്റൊന്നുമല്ല. ഇതുണ്ടോ, നിങ്ങളുടെ കുട്ടി ഇറങ്ങിയതാ. ഇങ്ങനെയാണോ കുട്ടികളെ വീട്ടിൽ പഠിപ്പിക്കണേ? പഠിപ്പിക്കാനല്ലേ ഞങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. ഞങ്ങളുടെ കുട്ടി കലർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. ചുമ്മാ വഴിയെ പോകുന്നവരെ കല്ലെടുത്തറിയുന്നതല്ല ഞങ്ങളുടെ മോള്. നിങ്ങൾ ഇറങ്ങിയേ, നിങ്ങൾ മോളോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. പറ സാറേ, സാർ എന്ത് തെറ്റാ ഞങ്ങളുടെ മോളോട് ചെയ്തത്? നിങ്ങളുടെ കുട്ടി എന്നെ ഇറങ്ങിയതാ. എന്തിന്? അത് പറയാൻ മാസ്റ്റർ മടി പറഞ്ഞേ. ഇപ്പൊ കംപ്ലൈന്റ് എന്താ സംഭവിച്ചത്? ജാനകി തന്നെ പറയട്ടെ. ഞാനിമോളെ എന്താണ്ടായത്? എന്താണെങ്കിലും മോള് പറഞ്ഞു. അമ്മയൊക്കെ കൂടെ ഇല്ലേ? ജാനകി പറ. എന്തിനാ മാഷെ പിടിച്ചു വാങ്ങിയത്? ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ഫോൺ മാഷ് എങ്ങനെയാ പിടിച്ചു വാങ്ങാം? ഈ പ്രായത്തിൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തു കൊടുത്ത് ശരിയല്ല. എന്തുകൊണ്ട്? സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കും മാഷേ. ഞാൻ ഇടപെടുന്നില്ല, ഭാഷ എന്ന് പറഞ്ഞു. ജാനി, മോള് ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? ജാനകി തന്നെ പറയട്ടെ. ഫോൺ പിടിച്ചു വാങ്ങിപ്പോ മോളെ ചെയ്തു. നല്ല അച്ഛനേ, ഗുരുനാഥനെ കള്ളന്ന് വിളിക്കുന്നിട്ട് ഒന്ന് വിളിക്കുക. സാറേ, നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ മോള് സംസാരിക്കുന്നത്. ചില നേരത്തെ ഉള്ള സംസാരം കേട്ട ആരായാലും ചിരിച്ചു പോകും. മറ്റുള്ളവരെ തെറി പറയാനൊക്കെ നല്ല രസമാണല്ലോ. ജാനകി ഫോൺ മേടിച്ച് ഭാഷ ഫോൺ കൊടുത്തേ. അത് ശരി, ഗുരുനാഥനെ കല്ലെറിഞ്ഞാൽ പണിഷ്മെന്റ് മൂല്യേ. മോളെ എന്തിനു ശിക്ഷിക്കണം? ഫോൺ അവരുടെ ലോകം. അത് പിടിച്ചു വാങ്ങിയ ചെറിയ മക്കളായി ചിലപ്പോൾ വൈലന്റായി വരും. ഞാനിമോളായിരുന്നു ഇത്ര ചെയ്തോളൂ. വേറെ ഏതെങ്കിലും കുട്ടികളായിരുന്നില്ലേ മാഷ് പൈസ കിടന്നേ. ആ, അതെ, സാറിന് ഹോസ്പിറ്റലിൽ പോകാനോ ട്രീറ്റ്മെന്റിനോ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ട്രീറ്റ്മെന്റ് വേണ്ട നിങ്ങളുടെ കുട്ടിക്ക്. തർക്കം വേണ്ട, കുട്ടികൾക്കല്ല, മുതിർന്നവർക്കാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. സാറേ, ഞങ്ങളുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. മിടിക്കാണ്, ക്ലാസ്സിൽ ഫസ്റ്റാ, ബ്രില്യന്റാ ഞങ്ങളുടെ മോള്. കണ്ടോ, ഫോണിൽ അഡിക്റ്റാണ് കുട്ടി.
പക്ഷേ കുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിക്കേ. വളരെ കാലം മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിച്ചവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് പോലും ഫോണില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഫോൺ കണ്ടു വളർന്ന മക്കളുടെ കാര്യം പറയണോ? പക്ഷേ എബി സാറ് പറഞ്ഞ ശരിയാണ്. എന്റെ മകയും ജാനയും കാണാതെ എത്ര കാലം വേണമെങ്കിലും ഞാൻ നിൽക്കും. പക്ഷെ ഫോണില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ എനിക്ക് പറ്റും. ശരിയാ, എന്നെ വയസ്സായിനെ കണ്ടില്ലെങ്കിൽ അവൾക്ക് ഒരു പ്രശ്നമില്ല. ഫോൺ കയ്യിലുണ്ടായാൽ മതി. 6 മാസമായപ്പോ ഫോൺ കണ്ടു തുടങ്ങിയതാ. 2 വയസ്സായപ്പോഴേക്കും ഫോണിന്റെ എല്ലാ ടെക്നോളജിയും അവള് മനസ്സിലാക്കി. മോള് ഫോൺ മേടിച്ച് മാഷെ ഫോൺ കൊടുത്തേ. മാഷ് വാശിയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് മുന്നോട്ട് പോകാം. അത് വേണ്ട, മാഷെ ഫോൺ കൊടുത്ത്. പണ്ടാരോ പറഞ്ഞ പോലെ പെറ്റ തള്ളക്കില്ലാത്താണോ പോയിട്ട് മുത്തശ്ശിക്ക് കുട്ടിയുടെ ലോകം. ഞാനെങ്കിൽ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കരുത് കേട്ടോ. ഒരു പട്ടിക്കുട്ടി, ഒരു പൂച്ചക്കുട്ടി, പിന്നെ ഈ ഫോൺ, ഇത്രയും കൊണ്ട് കൂട്ട്. നാളെ സ്കൂളിലേക്ക് വരുമ്പോ പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ കൊടുത്തു വിട്ടോട്ടല്ലേ. മാഷ് പറഞ്ഞ പോലെ മുതിർന്നവർ തന്നെയാ എല്ലാറ്റിനും മണം വെച്ചു കൊടുക്കണത്. ആർക്ക് വേണ്ടിയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ജാനകിക്ക് വേണ്ടിയല്ലേ. വല്ലപ്പോഴും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം. 6 മാസം പ്രായമുള്ളപ്പോ മകളുടെ കയ്യിൽ ഫോൺ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതൊരു വലിയ നേട്ടമായിട്ടൊന്നും കാണണ്ട. കുട്ടികളിൽ വെർച്വൽ ഓട്ടിസം വരെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. എന്റെ വാക്കുകൾ തന്ത വൈബായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷെ അതും ശരിയാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവും. സാറ് മറ്റു ദിവസം വീട്ടിലേക്ക് പോകാം, നമുക്ക് സംസാരിക്കാം. ശരി, നിങ്ങളുടെ വിട്ടോ. ഞാൻ ജാനകി ക്ലാസ്സിലായിക്കോളാം. അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാണ്. മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാല് ഒരു മെസ്സേജ് വിട്ടാൽ മതി. ഓക്കെ? മോക്ക് ക്ലാസ്സിൽ പോകട്ടെ? ക്ലാസ്സിൽ കൂട്ടുകാരുടെ പേര് പഠിച്ചോടെ. ജാനകി ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ആഹാ, ഇവരൊക്കെ ആരാ? ജാനകി എന്തൊക്കെയായി പറയുന്നത്? ജാനകിയുടെ പപ്പയ്ക്കും അപ്പയ്ക്കും ജാനിമോളെ എന്ത് ഇഷ്ടമാണോ? ആ, ജാനകി സങ്കടപ്പെടില്ല കേട്ടോ. അപ്പൊ പിന്നെ എവിടെ ഒളിപ്പിച്ചാലും ഈ എബി മാഷ് കാണിച്ചു തരും. സത്യം. കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. ഒറ്റപ്പെട്ടു പോയൊരു വെള്ളരിപ്രാവ് ജാനകിയുടെ ഉള്ളിൽ കിടന്ന് കൊടുക്കുന്നുണ്ട്. അതെന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? ഞാനത് കണ്ടുപിടിക്കും. ജോൺസാ, ഈ ബുക്സ് ഒക്കെ എടുത്ത് സ്റ്റാഫ് റൂമിൽ വെച്ചേക്ക്. ജാനകിക്ക് ക്ലാസ്സിലേക്ക് വിട്ടോളൂ.
മേസ്തിരിയോടെ മേസ്തിരിയല്ല അവിടെ കേറി അവിടെ കേറിയിരിക്കല്ലേ അത് ലക്ഷാസിന്റെ കസേരയാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കസേരയാണെങ്കിൽ അത് മോൻ മോന്റെ പഴയ പോലെ അല്ല പിന്നെ കുഞ്ഞാട്ടവിടെ ഞാൻ ഇരുന്നല്ലോ. യുവന്മാരാണ് പറയാൻ തോന്നിയത്. ഇതുവേ അച്യുതനുണ്ട്. എവിടെ എടാ പൊട്ടാ, ഭൂമി കിടന്ന് കറങ്ങുന്ന അച്യുതനുണ്ട്. അച്യുതനുണ്ടല്ല അച്യുതണ്ട്. കുഞ്ഞേട്ടാ ഭൂമി കിടന്ന് ഇങ്ങനെ കറങ്ങണമെങ്കിൽ പിന്നെ എന്തൊരു ഉറപ്പോയിരിക്കും. ഇരുമ്പാണ് ഒരു കട. ഭൂമാനെ, അമ്മ വിളി. ഇരുമ്പിനാണ് ഒരിക്കലാണ് ഉറപ്പ് കൂടുതലെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അമ്മേ, ഇരുമ്പിനാണ് ഒരിക്കലാണ് ഉറപ്പ് കൂടുതൽ. അമ്മ എന്താ പറഞ്ഞു? എന്റെ അച്ഛനാ. ഇങ്ങനെ രണ്ടു വട്ടന്മാര് ലോകത്ത് എവിടെയും കാണും. വൃത്തിയില്ലെങ്കിൽ മുടിഞ്ഞ കാറ്റുണ്ട്. ഭൂമാനെ, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് സാങ്കല്പികമാണ്. അച്യുതന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് സാങ്കല്പികം കൊണ്ടാ. അതാ ഇത്ര ഉറപ്പ്. എടാ ചെറ്റ പട്ടി സാങ്കല്പികത്തിന്റെ കമ്പി വാങ്ങിയിട്ട് വേണ്ടതാണ് ആറി നമ്മളെ വീടിന്റെ ഗേറ്റ് വെക്കാൻ. ആ ക്ഷേത്രവേള ഞങ്ങൾ ചെല്ലണം തെണ്ടി. ഈ സാങ്കല്പികം ഇരുമ്പോ ഉരുക്കോ പോലൊരു ലോകമല്ല. വെറുതെ സങ്കല്പിക്കുക. അച്യുതണ്ട് എന്നൊന്നില്ല. എന്നാ പിന്നെ മക്കളെ പറ്റിക്കുന്ന ഈ പുല്ലൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. ആരാ? ഇതാണ് ഇവിടുത്തെ മേസ്തിരിയാ. ഹെഡ്മാസ്റ്റർ സാങ്കല്പികം. എഴുന്നേൽക്കണോ? മാഷെ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി വിവരം ഉണ്ടായിരുന്നു. ക്ഷമിക്കണം. ഈ മനോ മീനോ നിനക്ക് ശമ്പളം തരുന്നത് കണ്ടവരുടെയൊക്കെ മുമ്പിൽ ക്ഷമ പറയാനല്ല. നിങ്ങളൊക്കെ ആരാ? സാറേ ഇവിടെ പഠിക്കുന്ന ജാനിമുള്ള അമ്മാവന്മാരാ. മഹിമ ഞങ്ങൾ അന്വേഷിച്ച ഇവരുടെ അമ്മ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി ഒടുക്കം കിണ്ടി കവിഴ്ത്തി കിട്ടിയതാണ് കിണ്ടി മനു. ഉരുളി കമിഴ്ത്തി കിട്ടിയതാണ് ഉരുളി വീണു. എവിടെ പോയി ഒന്നും കമിഴ്ത്താതെ കിട്ടിയതാണ് ജാനിക്കുട്ടിയുടെ അമ്മ മഹിമ. അവര് രക്ഷപ്പെട്ടു പോയി. പിന്നെ ഇവരെ വീട്ടിൽ നടക്കുന്നത് ഞാൻ എന്റെ കുടുംബം ജീവിച്ചു. ഓ അപ്പൊ ഇതാണല്ലേ ജാനകുട്ടിയുടെ കിണ്ടി ബലവും മുരളി പിന്നുവും. മിനു മനു അത്രയും മതി. ആ വേണം വേണ്ട. എവിടെ ഞങ്ങൾ ജാനകുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയ ആ മേസ്തിരി ഞാൻ കൊച്ച പെങ്ങളാ. അവക്കൊരു മോളും. അതിനെ കരയിപ്പിച്ച വെച്ചെടുത്തിനി. ഞങ്ങളെ കുഞ്ഞിനെ കരവിച്ചവൻ അവിടെ. മാഷ് സ്റ്റാഫ് റൂമില്ല. അല്ല ജാനകുട്ടി കല്ലെടുത്തിട്ട് മാഷിന്റെ തലമുട്ടിയായിരുന്നു. അമ്മമാരുടെ മരുമോള് തന്നെ. ഇവിടെ ഞങ്ങളെ ചക്കര വിളിപ്പിക്കാം. ശ്യാമ ടീച്ചറോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ രാമടിച്ചാൽ മുമ്പ് ചെല്ലുമ്പോ ഒന്ന് തിരിച്ചേക്കണം. അല്ലെങ്കിൽ രാമടിച്ചാൽ വിളിച്ചു. ജാനിമോള് ഞങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലേ? പിന്നെ നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് കുറച്ച് നാളായി പക്ഷേ ഞങ്ങളുടെ അനിയത്തി കുഞ്ഞിനെ ഞങ്ങളെ വീട്ടിലേക്ക് വിടില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്നാ എന്താ കളിയും ചിരിയും. കുഞ്ഞ് ഉറങ്ങുന്നത് വരെ ഞാനും കുഞ്ഞാട്ടും കുഞ്ഞിനൊപ്പം തലകുത്തി മറയും. ഉറങ്ങുമ്പോ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം. ചിലപ്പോ കുഞ്ഞ് ഉറക്കത്തിൽ ചിരിക്കേ. അപ്പൊ ഞങ്ങളുടെ അമ്മ പറയാ ദൈവം കുഞ്ഞിനെ കൊണ്ട് ചിരിപ്പിക്കുന്നതാണ്. ആ ചിരി കാണാന് ഞാനും കുഞ്ഞാട്ടിനും ഉറക്കം പഠിച്ചിരിക്കും. മാഷ് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ച് വാങ്ങിയെന്ന് പൂമാറ്റ വന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വെച്ച് പിടിച്ചതേ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള കൊതികൊണ്ട് ഒരു കാരണമില്ലാതെ അങ്ങോട്ട് കയറി വരാൻ പറ്റില്ലല്ലോ. കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിടില്ല. വന്നാ പിന്നെ കുഞ്ഞ് തിരിച്ചു പോവില്ല. ഉറങ്ങുമ്പോ കാറിലെടുത്തിട്ടൊന്ന് പോകും. ഞങ്ങളുടെ അമ്മയുടെ കൈ കുഞ്ഞിനെ കിട്ടിയ ഒരിക്കലോ പൊട്ട് തൊട്ട് പൗഡർ ഇട്ട് കണ്ണെഴുതി മുടിയൊക്കെ ഇങ്ങനെ മേനഞ്ഞിട്ടു അമ്മയുടെ കഥയും പാട്ടും കേൾക്കാം.
കുഞ്ഞിനെ എന്ത് ഇഷ്ടമാണെന്നറിയോ? മാഷിനോട് എങ്ങനെയാ നന്ദി പറയണമെന്ന് അറിയില്ല. എന്തിന്? ഞങ്ങളുടെ കുഞ്ഞിനെ കാണിച്ചാലോ ഓ മാഷി ഞങ്ങളുടെ തീരുമാ ഏ മാഷിന ഞാള് തൊട്ടോട്ടെ. കുട്ടികൾക്ക് സ്നേഹം നിഷേധിച്ച് അവർക്ക് വേണ്ടി സമ്പത്ത് ഉണ്ടാക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കാനുള്ള അവരുടെ മനസ്സിനെയാണ് അരക്കിട്ട് കൂട്ടുന്നത്. വീടിന്റെ ഈസിയായിട്ട് വൃത്തിയാക്കാം. വീട്ടിലുള്ളവരുടെ മനസ്സ് കൊടുത്തിട്ടെടുക്കാനേ കുറെ തമ്പുരാൻ വിചാരിച്ചപ്പോൾ നടക്കുന്നു. മനസ്സ് നിറയെ അഴിക്കാം. അതിന്റെ ഒരു ദുർഗന്ധം ജീവിതത്തിലും അറിയുന്നുണ്ട്. ആരൊക്കെ മനസ്സിലാണോ അവൾക്ക്? അത് ജാനുമോടെ പ്രിയപ്പെട്ട പാവത്തിനാണ്. ഞാൻ മോളോട് കാണിക്കാത്ത ഉത്തരവാദിത്വം നീ പാവത്തിനോട് കാണിച്ചിട്ടാ. അവളുടെ കാര്യത്തിലേ എന്ത് ഉത്തരവാദിത്തപൂർവ്വം ഞാൻ കാണിച്ചേ? അവളെ CBSE സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കണം നിനക്കായിരുന്നല്ലോ നിർബന്ധം. അതിനിപ്പോ എന്ത് പറ്റി? നിലവാരമില്ലാത്ത അധ്യാപകൻ കാരണം നമ്മുടെ മോന്റെ പേര് കാരണമാർക്ക് വീണില്ലേ? ഓ അത് പിന്നെ വെട്ടൊന്നും ചുണ്ടൻ രണ്ട് എന്ന നിന്റെ സ്വഭാവം മോൾ കാണിക്കാതിരിക്കുന്നത് അതും പൊതുവിദ്യാലയത്തിന്റെ കുഴപ്പമാണ്. ഇവിടുത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഹൈടെക് നിലവാരത്തിലെത്തിയിരിക്കുക. അതൊരു മഹിമ കൊടുത്ത് നിഷേധിക്കാനാവില്ല. ഗവൺമെന്റ് സ്കൂളിലെ കാര്യത്തിൽ നിനക്കുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ തൽക്കാലം ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഉണ്ടാവില്ല. ഇവരെ വിദ്യാഭ്യാസം ഇല്ലാത്ത കിണ്ടിബലുവിന്റെയും ഉരുളിബിനുവിന്റെയും അന്യത്തിയായിട്ടല്ലേ ഈ ജനിതനം വളർന്നത്. പിന്നെ എങ്ങനെയാണ് നിന്റെ തലയിൽ പൊതുബോധം ഉണ്ടാവുന്നേ? വെട്ടുപോയില്ല. പെട്ടെന്ന് ഞാനാ നിന്നെ എന്നെ ലവ്ക്കാരനാക്കാൻ തീരുമാനിച്ചതിന് മുമ്പാ നീ കയറി എന്നെ കെട്ടിയതും ഒരു കൊച്ചിനെ തന്നു. അയ്യോ ഇതുപോലൊരു ബ്ലണ്ടർ എന്റെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ. ജാനുമോൾ ഉണ്ടായിപ്പോയി. എന്നെ നിന്നെ ഞാൻ വഴി പറഞ്ഞേ. ആ പോയിക്കോ. ജാനുമോളെ കാര്യം നിന്റെ പരി നിൽക്കണമെന്നില്ല. നിന്നെ കാത്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ പോണം. എന്നെ കാത്തിരിക്കാനും സ്വീകരിക്കാനും ആൾറെഡി നിന്നെ ഇപ്പൊ തന്നെ പോണം. കൺമണി നീയൻ കരം പിടിച്ചാൽ അമ്മ അപ്പയും കൂടെ റീൽസ് ചെയ്യണം. ജാനുമോൾ ഭയങ്കര നിർബന്ധം. അതിന്റെ ഒരു ഉദ്യോഗസ്ഥരായിരുന്നു അല്ലേ? ജാനകിയുടെ ന്യായമായ അവകാശമാണ്. അച്ഛനും അമ്മയും റീൽസിലൂടെയെങ്കിലും സ്നേഹിക്കുന്നത് കാണാൻ ഏത് മക്കളും ആഗ്രഹിക്കും. അയ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാനും വൈശാഖും അങ്ങനെയല്ല അല്ലേ വൈശാഖ്? ഞങ്ങളെ പോലെയുള്ള പേരൻസിനെ വളരെ റേറായിട്ട് കാണാൻ സാധിക്കും. കറക്റ്റ്. എന്താ അഭിനയം? എന്താ? അതാ റീൽസിന് വേണ്ടിയുള്ള അഭിനയം പമ്പായിരുന്നു പറയുന്നത്. ഇത് നമുക്ക് ജീവിതത്തിലേക്ക് വരാം. ജാനകി ഇവിടെ? മോൾ ഉറക്കാം. ഹോളിഡേ അല്ലേ? അതാ പകൽ ഉറക്കാം. ജാനകി എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചത് ജാനുമോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കണം? അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാനും ചോദിക്കാം. അമ്മോട് ചോദിക്കട്ടെ. ഷുവർ. സാർ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നില്ലേ? മനസ്സിലായില്ല. എന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. സാറിന് മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ അവധി ദിവസങ്ങളിൽ കുട്ടികളുടെ വീട്ടിൽ കയറി വന്ന് ഇത്തരം മണ്ടത്തരങ്ങൾ ചോദിച്ചാൽ ആരും സംശയിച്ചു പോകും. ജാനകിയെ കുറിച്ച് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ജാനകി പല ദിവസങ്ങളിലും ക്ലാസ് ടൈമിൽ ഉറങ്ങാറുണ്ടെന്ന് ടീച്ചേഴ്സ് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചിങ് പോരാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങിയെന്നൊക്കെ വരും. എന്റെ ചോദ്യങ്ങള് രണ്ടാളും നന്നായിട്ട് ഡിവിഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിടയിൽ അതല്ലേ വേണ്ടത്. ഒരു ഓപ്പൺ ഡിസ്കഷനാണ് ജാനകിയെ കുറിച്ച്. നോക്കൂ, തന്റെ മുന്നിലെത്തുന്ന ഏത് വിദ്യാർത്ഥിക്കും സ്വന്തം കുഞ്ഞിനോടെന്ന പോലെ അറിവും സ്നേഹവും കരുതലും പകർന്നു കൊടുക്കുന്ന ഒത്തിരി അധ്യാപകരുള്ള നമ്മുടെ വിദ്യാലയങ്ങളിൽ ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. പകൽ നേരങ്ങളിൽ അധികവും ഞങ്ങളുടെ കൺവെട്ടത്താണ് നിങ്ങളുടെ മകൾ വളരുന്നത്. നിഷ്കളങ്കമായി കണ്ണിൽ നിറഞ്ഞു കണ്ടപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാത്ത ഈ അധ്യാപകന്റെ ഉള്ളൊന്ന് പിഴഞ്ഞു. കാര്യത്തിലേക്കിപ്പോ ചില സങ്കടങ്ങൾ പറഞ്ഞ് എന്റെ മുന്നിൽ ആ ബാല്യം വിതുമ്പി. ഒരു വീടും വിദ്യാലയവും ബാല്യവിലാപങ്ങൾ കേൾക്കാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ജാനുമോൾ എന്തിനാ കരഞ്ഞു? അവൾ എന്താ സാറിനോട് പറഞ്ഞത്?
ജാനുമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ മുത്തച്ഛനെ നിങ്ങൾ എവിടേക്കാണ് മാറ്റിയത്? എന്തുകൊണ്ട് അവൾക്ക് നിങ്ങൾ മുത്തച്ഛനെ കാണിച്ചു കൊടുക്കുന്നില്ല? അവൾ കണ്ടുകൊണ്ടിരുന്ന വന്ധ്യ വയോധികൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായിരുന്നത്? പിന്നേക്ക് വെക്കണ്ട, എനിക്കിപ്പോൾ ഉത്തരം കിട്ടണം. കേസ് കൊടുത്താൽ രണ്ടാളും പെടും. ജാനിമോളുടെ മുത്തച്ഛൻ എന്റെ മുത്തച്ഛനാണ്. എന്റെ അച്ഛന്റെ അച്ഛൻ. മുത്തച്ഛൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. ഞങ്ങൾ അവളോട് കള്ളം പറഞ്ഞതാണ്. അത് പിന്നെ മുത്തശ്ശനെ കണ്ടാ പിന്നെ നമുക്ക് മറ്റാരെയും വേണ്ട. ഊണും ഉറക്കവും കളിയും ചിരിയും എല്ലാം മുത്തശ്ശന്റെ ഒപ്പം തന്നെ. വയ്യാത്ത മുത്തശ്ശനിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും അസുഖം പകരുമോ എന്ന് പേടിച്ചിട്ടാണ് അകറ്റി നിർത്താൻ ശ്രമിച്ചത്. ഞങ്ങളെ അകറ്റി നിർത്തിയതൊന്നുമല്ല. മുത്തശ്ശൻ തന്നെ ജാനിമോള് കാണാതെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുക. എനിക്ക് മുത്തച്ഛനൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ആരെ കാണുന്നത് മുത്തച്ഛന് ഇഷ്ടമല്ല. ജാനിമോളൊന്ന് കാണാൻ പറ്റുമോ? മോള് ഉറക്കുകയാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ അവിടെ സ്കൂളിലേക്ക് വരുമ്പോൾ മാത്രമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇങ്ങനെ വീട്ടിൽ കയറുന്ന കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നില്ല. മക്കളുടെ കാര്യം ഞങ്ങൾ രക്ഷിതാക്കളെ നോക്കണം. നോക്കിയേ പറ്റൂ. ജാനുമോള് മാഷം കല്ലെടുത്ത് മാർച്ച് ക്ഷമിച്ചു. പക്ഷെ കുത്തിന് പറ്റിയ തെറ്റ് മനസ്സിലാക്കാതെ അധ്യാപകന് നേരെ നിങ്ങൾ മോശമായി പെരുമാറിയതിനെ പറ്റി സ്റ്റാഫ് മീറ്റിംഗ് വലിയ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത മീറ്റിംഗിൽ ജാനകിയുടെ പാരന്റ്സ് നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് ടീച്ചേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടത്. എന്റെ പൊന്ന് സാറേ, ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ ചേർത്ത് പോയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ജാനിമോൾ ഭാവിയിൽ നിങ്ങൾക്കൊരു തലവേദനയാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 14 വയസ്സുള്ള കുട്ടികൾ അധ്യാപകരുടെ നേരെ വിരൽ ചൂണ്ടി കൊലവിളി നടത്തുന്നത് നിങ്ങളും കണ്ടു കാണുമല്ലോ. അതവരുടെ കുറ്റമല്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത പാഠങ്ങൾ കുഞ്ഞിലെ അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത രക്ഷിതാക്കളുടെ കൂടെ പിടിപ്പുകേടാണ്. കുട്ടികൾക്ക് നാടിനോടും വീടിനോടും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകണമെങ്കിൽ പാരന്റിങ് നന്നാകണം. അതെ, പാരന്റിങ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ മോളെ വളർത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട. കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടാത്തതെല്ലാം ഞങ്ങൾ മോൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ മക്കൾക്ക് കൊടുക്കണമെന്ന് ഏത് രക്ഷിതാക്കൾ ആഗ്രഹിക്കും. അതൊരു തെറ്റല്ല. പക്ഷെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ വിലമതിക്കാനാവാത്ത മാനുഷിക മൂല്യങ്ങൾ അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് കിട്ടാതെ വളരെ മക്കൾക്ക് ഒന്നിനോടും റെസ്പെക്റ്റോ കമ്മിറ്റ്മെന്റോ ഉണ്ടാവില്ല. നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ടു വളർന്നവരാണ്. അയൽപ്പക്കത്തെ കുട്ടികളോടൊപ്പം കളിച്ചു വളർന്നവരാണ്. കാലം പറക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മക്കൾക്ക് അതെല്ലാം നഷ്ടമായി. അവരിപ്പോൾ കളിക്കുന്നത് നമ്മൾ കാണുന്ന മൈതാനത്തല്ല, നമ്മൾ കാണാത്ത സൈബർ ഇടങ്ങളിലാണ്. സോറി സാർ, ഇനി ഈ തണ്ട വൈബ് കേട്ട് സഹിക്കാനാവില്ല. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലാത്ത പഴയ കാലത്തിന്റെ മകൾക്ക് കേട്ടു നിൽക്കാനും പറ്റില്ല. മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ വേണം. ഒപ്പം മക്കൾക്ക് എല്ലാവരോടും ഇന്റിമസി വേണം. 7 വയസ്സുള്ളപ്പോൾ തന്നെ ഒരാളെ തലയെറിഞ്ഞ് പൊട്ടിച്ച ജാനിമോൾ ഏത് മാനസിക അവസ്ഥയിലാണ് വളരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? കുരുന്ന ഹൃദയത്തിൽ ക്രിമിനലിസത്തിന്റെ വിത്ത് മുളച്ചു കഴിഞ്ഞു. അത് നുള്ളിക്കളയാതെ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് സഹതാപമാണ്. ഒരു തൈ വളരുമ്പോൾ കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അതുപോലെ ശ്രദ്ധിച്ചു വളർത്തണം നമ്മുടെ മക്കളെ. ഞാനിവൾക്ക് എല്ലാം അവളെ സ്നേഹിക്കാൻ മുമ്പിൽ കൊള്ളുന്ന അമ്മാവന്മാരുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടി താലോലിക്കാൻ കൊതിക്കുന്ന മുത്തശ്ശിയുണ്ട്. ഈ വീട്ടിൽ തന്നെ അവളെ ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തച്ഛനുണ്ട്. അവരിൽ നിന്നാണ് ജാനിമോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്താണെന്ന് പഠിക്കേണ്ടത്. അതെല്ലാം നിഷേധിക്കപ്പെടുന്ന നിങ്ങളുടെ ജാനിമോള് ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് പോകും. ജാനിമോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ച വെറുതെ ഇല്ല. മക്കളുടെ മനസ്സറിയുന്ന ഒരു അധ്യാപകന്റെ ആൻസൈറ്റി.
മാഷ് ജാനിയെ പറ്റി പറഞ്ഞപ്പോ എന്റെ മനസ്സ് കലങ്ങി. അല്ലേ, നീ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നല്ലോ കേട്ടു നിന്നത്. കേട്ടതും പക്ഷേ ജാനിമോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് സാർ ചോദിച്ചപ്പോൾ പഴയ കുറ്റബോധത്തെ കെട്ടി വെക്കൂ. നമ്മൾ അറിഞ്ഞല്ലേ പൈസ ജാനിമോൾ മെഡിസിൻ കഴിക്കേണ്ടി വന്നത്. നീ വീണ്ടും അങ്ങനെ തന്നെ ചിന്തിക്കല്ലേ. നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉണ്ട്. ചെയ്തിട്ടുണ്ട്. ആദ്യവും അവസാനവും ലഹരി നുകർന്ന അനീഷ പാർട്ടിക്ക് ശേഷമാണ് യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ നമ്മൾ അന്ന് തന്നെയാ ജാനിമോളെ പറ്റി ജന്മം കൊണ്ട്. എന്റെ മഹി, നീ അത് നിന്റെ മനസ്സിൽ നിന്ന് കളയും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്ടറോട് പറഞ്ഞതല്ലേ. ഒന്നും പേടിക്കണ്ട എന്ന് ഡോക്ടർ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത്. ജാനിമോളുടെ കാര്യത്തിലും ടെൻഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. പഴയ കുറ്റബോധം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലല്ലേ നമ്മളത് ഉപയോഗിച്ചത്. ദേ നോക്ക്, ഇനി ഒരിക്കലും അതേപറ്റി ചിന്തിക്കരുത്. തികട്ടി വരാൻ അവസരം കൊടുക്കരുത്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മുടെ മോളെ നമ്മുടെ ഇഷ്ടം പോലെയേ വളർത്തു. അതിനൊന്നും ഒരു മാറ്റവും ആരും ഉപദേശിക്കാനും വരില്ല. നീ പോയി. എന്നാ പിന്നെ അടി തുടങ്ങല്ലേ. വേണ്ട, നിർത്തിയോ? നിർത്താനും എന്നിട്ടാണ് നിനക്ക് എന്റെ തലയിൽ കയറിയിരിക്കാൻ. സഹളം വയ്ക്കാൻ വയ്യ. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. എന്തോ അമ്മ, മോൾക്ക് പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ട ബ്രെഡും ജാമും എടുത്തു വെച്ചിട്ടുണ്ട്. അയ്യോ, അമ്മയുടെ ജാനിമോള് നല്ല കുട്ടിയല്ലേ, സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും. ചെല്ലേ. വർക്കിലാണ് പൊന്നെ. ജാനിമോൾക്ക് എന്താ വേണ്ടത്? ജാനി എന്തിനാ പപ്പയെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? മോക്ക് വേണ്ടിട്ടല്ലേ അമ്മ അപ്പയും ജോലി ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ മോള് പഠിക്കണ്ടേ? പപ്പയും അമ്മയും അവളെ എടുത്തുകൊണ്ട് നടന്ന് ഭക്ഷണക്കാര് കൊടുക്കാറുണ്ടല്ലോ. തോളിലിട്ട് താരാട്ട് പാടി ഇറക്കാറുണ്ടല്ലോ. ജാതിയുടെ അപ്പയും അമ്മ എന്താ അങ്ങനെ ചെയ്യാത്ത? കുട്ടികളെ മടിയന്മാരാവും. ചൈനയിലൊക്കെയുള്ള കുട്ടികളെ 3 വയസ്സ് മുതൽ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. ജാനിമോളിപ്പോ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കണം. മോള് പോയി സ്വന്തമായിട്ട് ഫുഡ് എടുത്ത് കഴിക്കും. ഹലോ എബി മാഷേ, എവിടെയാ? വീട്ടിൽ. എന്താ മോളെ? അമ്മയും അപ്പയും തിരക്കില. ഫുഡ് എടുത്ത് തരുന്നില്ല, ഉറക്കമില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. മാഷേ, ജാനിമോളടുത്തേക്ക് വരുമോ? മോളവിടെ ഒറ്റയ്ക്കല്ല. മോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തച്ഛൻ അവിടെ ഉണ്ട്. എവിടെ? ആ വീട്ടിനുള്ളിൽ തന്നെ. ഈ ഒളിച്ചു കളി
ജാനകി കുട്ടിയോട് മുത്താച്ച തോറ്റേ അതോ പീതോ പീത മുത്തച്ഛൻ ഇതിനകത്തുണ്ടെന്ന് ജാനി മോനോട് ആര് പറഞ്ഞു? പപ്പയാണോ പറഞ്ഞത് അതോ മമ്മയാണോ പറഞ്ഞത്? പിന്നെ വേറെ ആരായിരിക്കും? മുത്തച്ഛനെ കാട്ടിയാക്കണം. ചോക്ലേറ്റോ തന്നെ മുത്തച്ഛൻ ഇനി പല്ല് വരില്ല. കൊണ്ടുപോകാൻ പല്ലൊക്കെ കൊണ്ടാണ് വരും പല ലോകത്തേക്ക്. കാലനും പറന്നു എന്നാ തോന്നുന്നത്. മുത്തച്ഛന്റെ കേസ് എപ്പോഴാ എടുക്കാന്ന് വടേ തമ്പുരാനെ അറിയൂ. മുത്തച്ഛന് മോളോടൊരു പരിഭവമുണ്ട്. അവിടെ ഇരുന്ന് പറയണതൊക്കെ മുത്തച്ഛൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. മോള് പഠിപ്പിക്കണ മാഷ കല്ലെറിഞ്ഞോ? ഗുരുനാഥനെ കല്ലെറിയാനോ ധിക്കരിക്കാനോ പാടില്ല. മാതാപിതാ ഗുരു ദൈവം എന്ന തെറ്റ് കണ്ടാൽ അധ്യാപകരും മുതിർന്നവരും ചകാരിക്കും ചിന്തിക്കും. നല്ല കുട്ടികളായി വളരാൻ വേണ്ടി ചെയ്യണതാ. തിരിച്ചു ശിക്ഷിക്കാനോ നടുതല പറയാനോ പാടില്ല. ആ മാഷക്ക് എത്ര സങ്കടമായി കാണും. ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കരുത്. ആവർത്തിക്കോ? ആ മുത്തച്ഛന്റെ ജാനകിക്കുട്ടി നല്ല കുട്ടിയായിട്ട് വളരണം. ആരോടും കള്ളം പറയരുത്, ആരെയും കളിയാക്കരുത്, എല്ലാവരോടും കരുണ കാണിക്കണം. ഉറപ്പല്ലേ? എനിക്ക് സത്യം പറ, മുത്തച്ഛനെ കാട്ടി തന്നത് ആരാ? ഹായ് ജാനകി, മുത്തച്ഛനെ കണ്ടോ? കണ്ടു. മാഷിനെ കാണിച്ചു തരാം. മുത്തച്ഛ, ഞാൻ എബി, ജാനിയുടെ മാഷ. എന്നെ കാണുന്നുണ്ടോ? മുത്തച്ഛൻ എവിടാന്ന് അറിയാണ്ട് ജാനോട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. സങ്കടം ഉണ്ടാവും എനിക്കറിയാം. വളരെ കുഞ്ഞായപ്പോഴേ ഈ മടിയിൽ കളിച്ചും വളർന്നും വന്നതല്ലേ. പെട്ടെന്നൊരു ദിവസം കാണാണ്ടാവുമ്പോ സങ്കടം ഉണ്ടാവും. യാതൊരു കളങ്കവും ഇല്ലാത്ത കുഞ്ഞല്ലേ. കാണണില്ലേ, നമ്മൾ പറയണതൊന്നും കേൾക്കാതെ എന്തൊക്കെയോ ഗാദ്യം കൂട്ടണത്. കാണുന്നുണ്ട്. ജാനകിക്ക് മുത്തച്ഛനെ കിട്ടിയപ്പോ വില കൊടുത്താൽ കിട്ടാത്ത കളിപ്പാട്ടം കിട്ടിയ സന്തോഷ. എന്തിനാ മോള് കാണാതെ ഈ മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത്? ജാനകിയുടെ അച്ഛനും അമ്മയും വല്ലതും പറഞ്ഞോ? അവരൊന്നും പറഞ്ഞിട്ടല്ല. എന്റെ കാര്യങ്ങളൊക്കെ അവര് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ജാനകി കുട്ടി കാണാതിരിക്കാൻ ഞാൻ സ്വയം മാറി നിന്നതാ. എന്തിനാന്ന് മാഷ് ചോദിക്കും. എന്താ പറയുക, കാണാൻ കൊതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതുപോലൊരു കുഞ്ഞടുത്തുണ്ടെങ്കിൽ ഏതു പടുവൃദ്ധനും 10 നാൾ കൂടി കുഞ്ഞിനെ കണ്ട് ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കൂ. ചില വാർത്തകളാണ് മാഷേ എന്റെ മനോധൈര്യം ചോർത്തിക്കളഞ്ഞത്. പടുവൃദ്ധന്മാരെ പോലും വിടന്മാരാക്കുന്ന വൃത്തികെട്ട വാർത്തകൾ. പറയണ മനുഷ്യനും കേൾക്കണ മനുഷ്യനും എന്തോ ആയി പോവുക. 4 വയസ്സുള്ള 5 വയസ്സുള്ള 6-7 വയസ്സുള്ള മുലപ്പാൻ മണം മാറാത്ത പെൺകുരുന്നുകളെ മുത്തച്ഛന്മാർ പീഡിപ്പിച്ചെന്ന വാർത്തകൾ ടിവിയിലൂടെ നിരന്തരം കേൾക്കാൻ തുടങ്ങിയപ്പോ അടുത്തിരിക്കുന്ന ജാനുമോളെ ചേർത്ത് പിടിക്കാനാവാതെ ഈ വന്ധ്യവയോധികന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. ജാനുമോൾ അടുത്തിരിക്കണത് മഹിമയ്ക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് വെറുതെ ഭയപ്പെടാൻ തുടങ്ങി. അതുപോലുള്ള വാർത്തകൾ കേട്ട് മഹിമയും വൈശാഖനും ആശങ്കകൾ പങ്കുവെക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇരുട്ടിലേക്ക് പിൻവാങ്ങി. എന്നെ കണ്ട ജാനകുട്ടി ഒന്നും പഠിക്കില്ല,
ഒന്നിനും ശ്രദ്ധിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ മുറിയിലേക്ക് ഒളിച്ചു. അച്ഛനമ്മമാരുടെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മടിത്തട്ട് പോലൊരു തൊട്ടിൽ നമ്മുടെ മക്കൾക്ക് വേറെ കിട്ടുമോ മാഷെ? കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോ എല്ലാരെയും സംശയിക്കാൻ തുടങ്ങും. അത് വേണ്ടെന്ന് വെച്ചാ ഞാൻ മാറി നിൽക്കുന്നത്. മുത്തശ്ശ, ഞാനിപ്പോ എന്താ പറയണ്ടേ? ഓ, ആ മോള് മുത്തച്ഛൻ പഠിപ്പിച്ചിരുന്ന പാട്ട് എബി മാഷൊന്ന് പാടിക്കൊടുത്തേ. മാഷ് കേൾക്കട്ടെ, പാടിക്കൊടുക്കേ. ജാനകിയുടെ മുത്തച്ഛനെ ഇഷ്ടമാണ്. ഇനി ആ പാട്ടൊന്ന് കേൾക്കാം. പാട്ട് പാടി ഡാൻസ് കളിച്ചേ. മോള് ഒന്ന് ഡാൻസ് കളിക്കുന്ന കണ്ട അതെ ജാനി മോളെ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോയാ. നിങ്ങൾ തമ്മിത്തല്ലേ കാണുന്നവര് വിചാരിക്കും അടി കൂടുന്നത് മാനവും വിരുവാണെന്ന്. അടി വാങ്ങി കൂട്ടുന്നത് ഞാനാണോ ദൈവമേ? ഇത് കിടമേനി നിത്തിരി ചോഴ കൊടുക്ക ഭാഗ്യം എന്നെ വെച്ചേക്കില്ല. ആ ഇന്ന് ഞായറാഴ്ചയല്ലേ? ചട്ടയും കൊണ്ടുകൊടുത്തോണ്ട് കുർബാന കൂടാൻ പള്ളിയിൽ പോയതായിരിക്കും. ഞായറാഴ്ച പള്ളി, വ്യാഴാഴ്ച കൃഷ്ണന്റെ കോവിലില്. കൃഷ്ണനെ വിടുക, ക്രിസ്തുവിനെ വിടുക. ഇങ്ങനൊരു മതേതര മതത്തില് ലോകത്തെവിടെയും കാണൂല. കർത്താവേ, ഭാഗ്യമേ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കണേ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതിങ്ങനെ അന്തികൂലാശം വേണ്ടിയില്ല. നിർത്തിക്കോ, രണ്ടാളടി കൂടുതൽ നിർത്തിക്കോ. ഇന്ന് പള്ളിയിൽ തിരക്കുണ്ടായിരുന്നു ഭാഗ്യമേ. കുറെ നേരമായി രണ്ടാളും തമ്മിൽ തല്ലണത്. പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാ?
ഞായറാഴ്ച നമുക്ക് നേരത്തെ പോകാം. രണ്ടും കൂടെ ഇവിടെ പറഞ്ഞു നീ അടിച്ചടാ കുഞ്ഞോട്ടൻ എന്നെ അടിച്ചു. അതെ മനു നിരു അടിച്ചാടിയേ ഇവിടെ വന്നത് നോക്കണ്ട. ഇവിടെ എത്ര കിട്ടിയാലും കാണൂല. എടുത്തു കൊടുത്തു കണ്ടിട്ട് ഞാനൊന്ന് തള്ളി കൊല്ലും. കുന്നുകൊണ്ടോ അല്ല നിന്നെ പടം മുറുക്കം ജീവിതത്തിൽ കിട്ടാനാ ഞാൻ ഈ മുറുക്കുന്ന ചങ്ങ കൊള്ളുമ്പോ പലതും തുപ്പി തീർക്കാൻ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. എടാ നിന്റെ ആയിട്ടുകൊണ്ട് ആക്കാൻ വന്നേ നിന്റെ കുഞ്ഞേട്ടനല്ലേ? കുഞ്ഞേട്ടന് നൊണ്ടാ നിനക്ക് സങ്കടാവില്ലേ? നിനക്ക് നൊണ്ടാ നിന്റെ കുഞ്ഞേട്ടന് സങ്കടാവില്ലേ? രണ്ടാളും വേദനിക്കാൻ ഭാഗ്യം എവിടെ വെച്ച് സഹിക്കണം? ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി എല്ലാതൊക്കെയാണോ രണ്ടിനോട് ഞാൻ ചെയ്ത്? വൈശാഖൻ ഡാനിമോള് ഞങ്ങളുടെ കൂടെ വിട്ടില്ല. ആ കാര്യം പറഞ്ഞാൽ തമ്മിൽ അടി കൂടിയത്. ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തവരെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഡാനിമോൾക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവര് വിടില്ല. ഡാനിമോള് പാവല്ലേ വാങ്ങിയത്. ഡാനിയെ കണ്ട നിങ്ങൾ സ്കൂളിൽ പോയി നിങ്ങൾ സ്കൂളിൽ പോയ കാര്യം രവിമാഷ് പള്ളിയിൽ വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. 7 വയസ്സുള്ള ഡാനിമോളും മാഷിന്റെ തല എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോ വൈശാഖന് മതി സന്തോഷിച്ചു. മക്കൾക്ക് പകുതി രൂപ കൊടുക്കാൻ കഴിവില്ലാത്ത നായ്ക്കള് അടച്ചിട്ട് വളർത്തിക്കോട്ടെ, അറിവേ കിട്ടൂ, തിരിച്ചറിവ് കിട്ടില്ല. ഭാഗ്യമേ കാണാൻ കൊതിച്ചിരിക്കുക ഡാനിമോള്. ഡാനിമോള് ഭാഗവീന്ന് വിളിക്കണതേ ഭാഗ്യമൊന്ന് കേക്കണം. വടിവസാക്ഷരത്തിലാ വിളിച്ച് ഭാഗവീ കേട്ടില്ലേ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞു പറയാനില്ലേ നിങ്ങൾക്ക്? നമ്മുടെ പരിക്കപ്ലാവിൽ ചക്കണ്ട അത് 10 മുള്ളിനെ പറ്റി പറഞ്ഞു. അല്ലെ വേണ്ട, കുറെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, അത് കുറച്ച് ഉപ്പിലിട്ടാലും അച്ചാറിട്ടാലും മതി. രണ്ടാളും എന്റെ മുന്നിൽ നിന്ന് പൊട്ടം കളിക്കാൻ തുടങ്ങി അല്ലേ? ഡാനിമോളെ കൊണ്ടുവന്ന ഭാഗ്യം സന്തോഷാവില്ലേ? ഡാനിമോളെ കാണാത്തതൊരു സങ്കടം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും ഒരു സമാധാനം തന്നിട്ടുണ്ടോ ഇതുവരെ? നിന്റെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങി തരാറില്ലേ? എന്റെ എത്ര പിറന്നാൾ കടന്നുപോയി? എന്തെങ്കിലും ചോദിച്ചോ ഭാഗ്യമ്മയുടെ പിറന്നാൾ എന്നാണെന്ന്? സ്വന്തം പിറന്നാൾ മക്കൾ ആഘോഷിക്കണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കും, കരുതണം. ഇവിടെ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? കൂടെ ഉള്ളത് ഇങ്ങനെ രണ്ടോ അല്ലേ? ഒക്കെ അറിയാന്നുള്ളോട് ഒരുത്തന്റെ കൂടെ അങ്ങ് പോയി. മക്കളുണ്ട്, സമ്പത്തുണ്ട്, എന്നാ ഒന്നുമില്ല. ഒരു സമാധാനം അനുഭവിക്കാൻ കിട്ടിയിട്ടില്ല ഇതുവരെ.
സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഒരു സമ്മാനം കൊണ്ടും നിങ്ങൾക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പറ്റും. ഈ വെല്ലുവിളി ഈ പൊട്ടന്മാരെ ഏറ്റെടുക്കും. എന്ത് വില കൊടുത്തും ഭാഗ്യമ്മയെ സന്തോഷിപ്പിക്കുന്ന സമ്മാനം ഞങ്ങൾ കൊണ്ടുവരും. എടാ വേണ്ടടാ, വെറുതെ കാശ് നശിപ്പിച്ച് കളയണം. രണ്ടാളും സമ്മാനം വാങ്ങി വരാമെന്നാ പറഞ്ഞേ. എടാ നീ അമ്മടുത്ത് പോണ്ടാന്ന് നമുക്കൊന്നും അറിയാത്തത് കൊണ്ടല്ലേ ഇതുവരെ ഒന്നും ചെയ്യാതെ പോയത്. എടാ, അറിവില്ലായ്മ അനുഗ്രഹമാണ്, ശാപമാണ്. ഭാഗ്യമ്മ ഒരുപാട് നാളായുള്ള എൻ്റെ ഒരു സംശയമാണ്. ഭാഗ്യം എന്തിനാ പാടി? അത് ഒരു അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു പെൺകുട്ടിയുടെ ഓർമ്മയില്ല, എന്റെ ജോമിന്റെ ഓർമ്മ. പണ്ട് 10ൽ പഠിക്കുമ്പോ അവനെന്നെ പള്ളിയിൽ കൊണ്ടുപോയി ക്രൂശിതനായ യേശുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പ്രണയിച്ചു. കൗമാര പ്രണയം കണ്ട് ക്രൂശിതനായ കർത്താവ് പോലും ഉള്ളുകൊണ്ട് ചിരിച്ചു. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരില്ല മതി. ഞങ്ങൾ രണ്ട് വഴിക്കായി. പിന്നീട് വിവാഹമേ വേണ്ടെന്ന് വെച്ച് 10-27 വയസ്സോടെ പിടിച്ചു. അളവില്ലാത്ത സ്വന്തം അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ നിർബന്ധിച്ചു. ഒടുവില് നിവർത്തി കേട്ട് അവര് ചൂണ്ടിക്കാണിച്ചെന്ന ഒരാളിന് മുമ്പിൽ സൈക്കിൾ നീട്ടി കൊടുത്തു. 3 എണ്ണത്തിനെ പെറ്റുകൂടി. വിളവെടുപ്പ് കഴിഞ്ഞ് എന്റെ മക്കളെ നയിച്ചാക്കി അവന്റെ പാട്ടിന് പോയി. കല്യാണത്തോടെ കിനാക്കളെല്ലാം കണ്ടം ചെയ്ത് പോയവളാണ്. ഭാർഗവി, രണ്ടാളും സമ്മാനം വാങ്ങി പിന്നീടെത്തും. കള്ളലക്ഷണം നിന്റെ അച്ഛനെ ഭാഗ്യമ്മക്കുള്ള സമ്മാനം കണ്ടേ. സമ്മാനം മതിയണം പൊട്ട. ഇത് ഭാഗ്യമ്മയ്ക്ക് പറഞ്ഞാൽ കൊട്ടാനോ? സമ്മാനം വേറെ ഉണ്ട് അകത്ത്. ഭാഗ്യം ഇപ്പൊ അറിയണ്ട. പിന്നെ പൂമ്പാറ്റിക്കുള്ള സമ്മാനം കൊടുക്കും. എനിക്ക് സമ്മാനം ഉണ്ടാ? നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം? ഇത് ഭാഗ്യമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വരാ. വേഗം വാ. സൂക്ഷിച്ച് പോയിക്കോ. വീട്ടിൽ മോക്കന്റെ സൗന്ദര്യം വേണ്ട. എന്താ ഇത്? തുറന്ന് നോക്കി നീ ഞെട്ടും. ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ എല്ലാ കണക്ക് കൂട്ടലും തെറ്റും. ആ ഉണ്ടാ. അത് കൊടുത്തപ്പോ ഭാഗ്യമ്മ ഞെട്ടി. ആ ഇപ്പൊ പൂമ്പാറ്റ ഞെട്ടും. എന്താ ഇത്? പൂമ്പാറ്റയ്ക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞപ്പോ അവർ തന്നതാ. ഇട്ട് നോക്ക്. എനിക്ക് പറ്റില്ല. പറ്റും. പറ്റില്ല. ഈശ്വരാ, ഇവന്മാരെ കൊണ്ട് ഞാൻ ദൈവമേ. ഇങ്ങനെ ഇത് കുടിക്കേ. ഇതിനെ സമ്മതിക്കണം. എങ്ങനെയുണ്ട്? തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടിന്റെ തിങ്കളാഴ്ച നോലമ്പിന്ന് മുടക്കില്ല. മുടക്കാൻ നിന്നെ കൊണ്ട് ഭാഗ്യമ്മ
എന്നതാ ഇത്? ഭാഗ്യമുള്ള സമ്മാനം അകച്ചെത്തി ഇപ്പൊ കൊണ്ടുവരാം കുഞ്ഞാ ഇപ്പൊ കൊണ്ടുവരാം. രണ്ടും കൂടെ എല്ലാ മാങ്ങാത്തൊലിയാ കൊണ്ടുവന്നേക്കണമെന്ന് ദൈവത്തിനറിയാം. വെറുതെ കാശ് നശിപ്പിച്ച് അതൊന്നും വാങ്ങിക്കൊണ്ടുവരണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. എനിക്ക് സെറ്റ് കൊണ്ടുവരാൻ ധാരാളം. ഇതെവിടെന്നാ വാങ്ങിയെന്ന് വെച്ചാൽ തിരിച്ചോണ്ട് കൊടുക്കും. എനിക്കൊന്നും വേണ്ട. ഒന്ന് തുറന്ന് നോക്കമ്മ. ഒന്ന് തുറന്ന് നോക്ക്. അവര് സന്തോഷപ്പെട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതല്ലേ. വില വാഷി മെഷീനാണെങ്കിൽ ഒന്ന് തുറന്ന് നോക്ക്. അമ്മേ ഇതിലും വലിയൊരു സമ്മാനം അമ്മയുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല മക്കളെ. ഇത് കിട്ടാനും പോണില്ല. തോപ്പിച്ച് കളഞ്ഞില്ല രണ്ടാളൊന്ന്. കുഞ്ഞേട്ടാ അമ്മ ചിരിക്കുന്ന കണ്ട മക്കളെ ഒരിക്കൽ കൂടെ ഭാർഗവീന്ന് വിളിച്ചേ. നമ്മുടെ അമ്മ മഹിമയും കുഞ്ഞുനാളിൽ ഒരു ദിവസമില്ലാതെ എങ്ങനെ അമ്മയ്ക്കാണ്. നമ്മുടെ അനിയത്തെ കുട്ടി കൂടി ഉണ്ടായിരുന്നില്ല. മഹിമ എന്നെ പോലെ വാശിക്കാനില്ല. അവള് വരണ്ട. ഇന്റെ ജാനിമോളുണ്ടല്ലോ. ജാനിമോളെ നമ്മളിനി ആർക്കും വിട്ടു കൊടുക്കില്ല. നമ്മുടെ മകി അവൻ കൊണ്ടുപോയി. പകരം ജാനി മോളെ നമുക്ക് വേണം. അല്ല ജാനിമോളെ നിങ്ങൾ എങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നേ? എന്താ ഞങ്ങളവിടെ ചെന്നപ്പോ വൈശാഖൻ അവിടെ ഇല്ലായിരുന്നു. മഹി ഹൈദരാബാദിൽ നിന്ന് നാളെ വരൂ. മഹി ഇല്ലാത്തപ്പോ വൈശാഖം പുറത്ത് എവിടെയും പോയിട്ട് കള്ളു കുടിക്കുന്നു. കുഞ്ഞിനെ തനിച്ചാക്കി പോകാൻ പാടില്ലല്ലോ. ആരോട് ചോദിക്കാതെ എടുത്തോണ്ട് തന്നെയാണോ? ചോദിച്ചാൽ തരില്ലല്ലോ. അതുകൊണ്ടാ കട്ടോണ്ട് വന്നത്. രാത്രിയിൽ വരുമ്പോ കുഞ്ഞിനെ കാണില്ല. തെരഞ്ഞു വന്നാൽ നമ്മൾ കൊടുക്കില്ല. വന്നാലും കൊടുക്കില്ല. അത് ശരിയാവില്ല. കുഞ്ഞിനെ തിരിച്ച് വീട്ടിലെത്തിക്കണം. മോള് പോകണം കേട്ടോ. നമുക്ക് അമ്മങ്ങളെ വന്നാലും അടിച്ചു പോയിക്കാം. അതെ ആദ്യമായി കുമാരി പൂമ്പാറ്റയും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര. തിരുവാതിരയോ? ചുപ്പില്ലാത്ത കഷായം പോലെ തിരുവാതിരില്ലാതെ ഒരു പരിപാടിയില്ല. മോളെ ശരിക്കുള്ള തിരുവാതിര അമ്മാമ്മ കാണിച്ചു. കൈകോഴ
വാശി പിടിച്ചോണ്ടാ വിനുവും അനുകൂടെ മുത്തച്ഛനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. അവിടെ പപ്പയും മകനെ വേണോന്ന് പറഞ്ഞാ രണ്ടും കൂടെ അതിന്റെ പിന്നാലെ പോയി. ഇപ്പോൾ ഈ വൃദ്ധന്റെ മകന്റെ കാഴ്ചകളിൽ ഒരു മിഥുന മഴ പെയ്തിറങ്ങിയ സുഖമുണ്ടടിയേ. ടീച്ചർ പഠിപ്പിച്ചോളൂ. പഠിക്കാനല്ലേ രണ്ടെണ്ണം കൊടുത്തോളൂ. സൂര്യൻ പിടിച്ച അധ്യാപകനെ കണ്ടിട്ടില്ലാത്ത ഞാനിവോടെ കുഞ്ഞു ചിന്തകളിൽ പോലുമുണ്ട്. കുട്ടികളെ പേടിപ്പിച്ചു നിർത്താൻ അധ്യാപകരുടെ കയ്യിൽ ഒരു വടി വേണമെന്ന്. അടിക്കാനല്ല, മക്കൾ അടിതെറ്റി വീഴാതിരിക്കാൻ. ഫോണുറക്കത്തിൽ പോലും കൈവിടാത്ത ഫോണേ വേണ്ട. ഹലോ ഹലോ ജാനിമോളെ, ഹലോ. അമ്മയോട് വേണമെന്നില്ലേ മുത്തേ? അമ്മ രാവിലെ എത്തും. ഹലോ ജാനി. ജാനിയല്ല, എന്റെ അമ്മയാണ്. എന്റെ ജാനി കൊണ്ട് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ ഹൈദരാബാദില. നീ ഏത് കണ്ടല്ല, എനിക്കെന്താ? ജാനിമോളെവിടെ? എന്റെ മഹിമോൾ എവിടെയെന്ന് ചോദിച്ച് അമ്മയുടെ നെഞ്ച് പിടയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കുറച്ചു നേരം ജാനിമോളെ കാണാതിരുന്നപ്പോ ഒരുപാട് കാലമായി. സ്വന്തം മോളെ കാണാതിരിക്കേണ്ടിരുന്ന അമ്മയുടെ നെഞ്ചിന്റെ പിഴച്ച് എനിക്ക് ഊഹിക്കാൻ പറ്റും. മഹിമോളെ, ജാനിമോൾ എന്നെ ഭാർഗവി എന്ന് വിളിച്ചപ്പോ അമ്മയുടെ മനസ്സിൽ നിറഞ്ഞത് എന്റെ കുട്ടിക്കാലവും കുസൃതികളും ആവട്ടെ. ഹലോ ഹലോ, അവള് സങ്കടം കൊണ്ട് കട്ട് ചെയ്തതാ. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും വൃത്തികെട്ട വാശി പുറത്ത് കിടന്ന പരണ്ടുണങ്ങാണ് ഭാഗ്യം. മുത്തശ്ശൻ അറിയില്ല, ഞാൻ ജീവിച്ചൊരു ജീവിതം വെറുത്തു പോയിട്ടുണ്ട്, ശമിച്ചിട്ടുണ്ട്. എന്റെ സമനില ഒന്ന് തെറ്റിക്കിട്ടണമെന്ന് കൃഷ്ണനോട് കർത്താവിനോട് നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മനുവിനെ ബിനുവിനെ ജീവനോട് കിട്ടാൻ വേണ്ടി മരുന്നുകൾക്ക് പുറത്ത് വഴിപാടുകൾ കൊണ്ട് വെടിക്കെട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അസുഖങ്ങൾ കാരണം രണ്ടിനെ സ്കൂളിൽ വിടാൻ പറ്റിയിട്ടില്ല. വളർന്നപ്പോ പഠിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടന്നില്ല. സ്കൂളിന്റെ പടി ചവിട്ടാത്തതിന്റെ പാകപ്പഴ അവർക്കുണ്ട്. പക്ഷേ അക്ഷരങ്ങളും അക്കങ്ങളും അറിയില്ലെങ്കിലും അമ്മയെ അറിയാം. അയാൾക്കാരും കൂടെ പറമ്പിനെ അറിയാം. മഹിമ അങ്ങനെയല്ലായിരുന്നു, പിടിക്കുകയായിരുന്നു. അവളായിരുന്നു എന്റെ സ്വപ്നങ്ങൾ. എന്റെ സ്വപ്നങ്ങൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. അവർക്ക് കാണില്ലേ സ്വപ്നങ്ങൾ? നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം മാത്രം ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നത് മാതാപിതാക്കളുടെ ഒരു തരം ദുശാഠ്യമല്ലേ? കാലനും വേണ്ടാതെ കിടക്കുന്നവനാ ഞാൻ. ഈ ഭൂമിയിൽ ഒരു ജീവിതം കിട്ടിയിട്ടും അനാവശ്യമായ നിർവാശയും നിരാശയും വിദ്വേഷവും പകയും കൊണ്ട് വിലപ്പെട്ട ജീവിതം നശിപ്പിച്ചതോർത്ത് സങ്കടപ്പെടുന്നവൻ കാലനക്കാത്ത് കിടക്കുമ്പോഴാണ് അറിയണത് കൈവിട്ടും പോയ സമയം തിരിച്ചു കിട്ടില്ലെന്ന്. ജീവിതത്തെ വെറുക്കല്ലേ ഭാഗ്യം. ഇവിടെ ജീവിക്കാനുള്ള അവസരം കൂടെ കിട്ടിയാൽ ഒരു പിഴവും കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തെ ശപിക്കല്ലേ മക്കളെ. കത്ത് കിട്ടിയാൽ കത്തിച്ചു കളയാൻ കാത്തു നിൽക്കുന്നവർക്കിടയിൽ നിന്നും ഈ ജീവചരത്തിൽ ഇവിടെ ജീവിക്കാൻ ഇനിയും കൊതി തോന്നുന്നുണ്ടെങ്കിൽ ജീവിതം ഒരു പാവനും പണ്ഡിതനും വിശദീകരിക്കാനാവാത്ത വികാരമായതുകൊണ്ടാണ്. ഞങ്ങൾ പഠിപ്പിച്ചു. ചോദിക്കും, ഇതെന്താണ് ചോദിക്കും. ജാനി,
ഇതെന്താ മോളെ? അപ്പൊ ഇതോ എന്തിന്റെ മണമാണെന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ ഇതോ തുളസി. ഫോണിന്റെ വെളിച്ചത്തിൽ നോക്കി നിൽക്കേണ്ട മക്കൾക്ക് പ്രകൃതിയുടെ നിറവും പണവും തിരിച്ചറിയാനാവില്ല. അത് കൊടുക്കാത്തതേ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. ഞാനിവിടെ കൊണ്ടുപോകാനാ. വേണം മക്കളെ, ഞാനിതാ ഇവിടെ എത്തി. ആ മഴയും മീനും എന്ത് തെമ്മാടത്തെ കളിച്ചേ. തമ്മാടികളെ പറ്റ അമ്മയല്ല ഞാൻ. അറിവില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയവരെ പറ്റി എന്താ പറയണ്ടെന്ന് ആദ്യം പറ. കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി കൂട്ടുകാർക്കൊപ്പം കള്ളു കുടിക്കാൻ പോയ തന്റെ പറ്റി എന്താ പറയണേന്ന് ആദ്യം പറ. അമ്മ ഹൈദരാബാദിലും അച്ഛൻ ബാറിലും. ജാനി മോൾ അവളുടെ അമ്മാവനാകുമ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാ വന്നത്. കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛൻ വരുന്നു പറഞ്ഞപ്പോ പേടിച്ച് വീട്ടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാ കുഞ്ഞു. കുട്ടികൾക്ക് അങ്ങനെ പല ഇഷ്ടങ്ങൾ കാണും. അതൊന്നും അച്ഛനും അമ്മയോടുള്ള സ്നേഹക്കുറവല്ല. നിങ്ങളുടെ മക്കളെ കാണിച്ച് തോന്നിവാസനായിരിക്കാൻ മോളെന്താ ന്യായങ്ങൾ പറയരുത്. എനിക്ക് എത്രയും പെട്ടെന്ന് മോളെ വീട്ടിലെത്തിക്കണം. എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയവരല്ലേ നീ? മഹിമ എന്റെ കൂടെ ജീവിക്കാനോ വന്നത്. ഞാൻ മോളെ 2 ദിവസം ഇവിടെ നിൽക്കാനാ. അത് നടക്കില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ജാതിമോൾ എന്റെയും മകളുടെ കുഞ്ഞാണ്. അവൾ അവിടെ നിൽക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അവൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അവളെ സ്നേഹിക്കാനും താലോലിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. മക്കളുടെ മേലെ അവകാശം അച്ഛനും അമ്മയ്ക്ക് വേണം. അത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മഹിളായ അവകാശം അമ്മയ്ക്കല്ലേ? അവളെ വിട്ടില്ല. ഞാനും മോള് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അങ്ങനെ സന്തോഷത്തിൽ കല്ലാതെ നീ പോ. അമ്മേ, ഇവരോട് പോകാൻ പറ. ഞങ്ങളുടെ സ്വഭാവം ഇവരെ അറിയും. ഈ മണ്ടന്മാരോട് മറുപടി പറയാൻ എനിക്ക് നേരമില്ല. നിന്റെ അച്ഛനാമുണ്ട്. ഞാനും മോളെ തൊട്ടാ നിന്റെ കയ്യിലെ മുട്ടും. ഓടാ വാങ്ങിക്കാൻ അതിന്റെ മോന്റെ മോനെ കുഞ്ഞിനെ കണ്ടു കൊന്നു തീർന്നിട്ടില്ല അമ്മ. ഇവരോട് പോകാൻ പറ അമ്മ. കുഞ്ഞ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് കാണണം. ഉറക്കത്തിൽ ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. വേണമെങ്കിൽ കാല് ഞങ്ങൾ പിടിക്കാം. കുഞ്ഞിന് 2 ദിവസം കൂടെ ഇവിടെ നിർത്തിയ ചോദിക്കുന്ന പൈസ കൊടുക്കാന്ന് പറയാമ്മ. പൈസക മോളെ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം. പറ്റില്ല. 2 ദിവസം ഞങ്ങളുടെ കൂടെ മോള് നിന്നാലേ മോളുടെ സ്വഭാവമാണ്. ഒരു നിമിഷം നിർത്തില്ല. പിന്നെ നീ ഒന്ന് കൊണ്ടുപോടാ. ഞങ്ങളുടെ ചങ്കിനെ കൊണ്ടുപോയി ചക്കോർക്കണ്ടെങ്കിൽ വാടാ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ഉണ്ടാക്കണ്ട. കയ്യാക്കളിക്കുള്ള ഒരുക്കമാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. പോലീസ് വന്നാലേ 2 തൂക്കെടുത്ത് കൊണ്ടുപോകും. അപ്പൊ മുത്തശ്ശനം ഉണ്ടായിരുന്നല്ലേ? ഇങ്ങനെ ഒരാളാ വീട്ടിൽ നിന്ന് പുറത്തു പോയത്. ഇവൻ അറിഞ്ഞില്ല ഭാഗ്യ. എന്തിനറിയണമല്ലേ? കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് തിന്നാൻ കൊടുത്തൊരു മൂലക്കിട്ടിരിക്കും വലിയ ഈ വാഴ. പക്ഷേ ആർക്കു വേണ്ടെങ്കിലും ജാനിമോൾക്ക് മുത്തച്ഛനെ വേണമായിരുന്നു. അവളെ വിളിക്കുന്നിടത്ത് ഇടഞ്ഞാണെങ്കിലും ഞാൻ എത്തും ഭാഗ്യേ. എന്റെ മക്കളെ കാണാനുള്ള ഗോതി കൊണ്ടാടിയേ എന്റെ കണ്ണടയത്തന. മുത്തച്ഛൻ എങ്ങോട്ടും പോകണ്ട. ഞങ്ങൾക്ക് വേണം മുത്തച്ഛന്. ഞങ്ങൾ നോക്കും മുത്തച്ഛന്. നമുക്ക് എല്ലാവരും കൂടെ കളിച്ച് ചിരിച്ച് മരിക്കാം. കേൾക്കടാ മക്കളെ, അന്ധബുദ്ധികൾ അങ്ങനെ പലതും പറയും. അവധികളും അന്ധബുദ്ധികളല്ല. അവരുടെ മൂന്നിലൊരംശ ബുദ്ധി വിവേകവും നിലയ്ക്കിരിക്കടാ. സംസാരത്തിൽ നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാനിവിടെ വാ. മക്കളെ
കലർപ്പില്ലാത്ത സ്നേഹത്തിന് പറക്കണ കാലത്ത് ഒരു വിലയുമില്ല മക്കളെ. ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ പൊട്ടിക്കറിയാനേ പറ്റൂ. ജാനുകൾ ഐശ്വര്യക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നും പറയാറായിട്ടില്ല, ഒബ്സർവേഷനില്ല. ജാനുകൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പേരൻസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കൈകളിലേക്ക് വാരിയെടുത്തപ്പോൾ തണുത്ത് വിറങ്ങലിച്ച് വരുന്ന കുഞ്ഞു ശരീരം, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, വാടി തന്ന മൈകത്ത് കണ്ടപ്പോൾ എന്റെ രക്തോട്ടം നിലയ്ക്കുന്നവൾ തോന്നി. ഞാൻ എങ്ങനെയൊക്കെ ആംബുലൻസ് എത്തിച്ചു. ഒബ്സർവേഷനില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പറയാറായിട്ടില്ല. ഇപ്പൊ കാണാൻ പറ്റില്ല. ഞാനിതേ കൊണ്ട് മാറി നിൽക്കുന്നു. പറ്റില്ല. പറ്റുമെങ്കിൽ ഞാനിവിടെ നിൽക്കുമോ? നിങ്ങളുടെ മോൾക്ക് എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല. എനിക്ക് പരിചയമുള്ള ആളാണ് ഡോക്ടർ സലീൽ സാമുൽ. ആളത്തിന് ദേഷ്യക്കാരനാണ്, പക്ഷെ മികച്ച പീഡിയാട്രിഷ്യനാണ്. ഓൾക്ക് മികച്ച ട്രീറ്റ്മെന്റ് കെയർ ഇവിടെ കിട്ടും. നിങ്ങൾ സമാധാനം എനിക്ക് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇവരുടെ സ്വഭാവത്തിന് കാര്യമായി മാറ്റം കണ്ടു തുടങ്ങി. അതൊരു കാലത്തായി വൈശാഖം റെസ്പോൺസിബിൾ ഡാഡ്. ജാനിമോൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ അവളുടെ അമ്മയാണ്. ഡോക്ടർ, ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ അവളുടെ പപ്പയാണ്. ഞാനെന്ത് വേണം? അപ്പോഴും നമ്മുടെ മേൽവാസം നോക്കിയല്ല ഞാൻ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്നത്. എന്റെ മുന്നിലെത്തിയ കുഞ്ഞിപ്പോ എന്റെ കുഞ്ഞാണ്. അപ്പയും മമ്മയും ചുമ്മാ നിന്ന് ടെൻഷൻ അടിക്കല്ലാതെ കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു റോളും ഇല്ല. ഉണ്ടോ? ഉണ്ടോ? പേരൻസ് പ്രാണം കാണും. അപൂർവം ചില കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മെഡിക്കൽ സയൻസ് തോറ്റു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മസംയമനത്തോടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ? ഒന്നും പറയാനായിട്ടില്ല സാർ. എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞ് റിയാക്ട് ചെയ്യുന്നില്ല. ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഫസ്റ്റ് എയ്ഡ് ടെസ്റ്റുകളെല്ലാം നടത്തി, അതെല്ലാം നോർമലാണ്. പക്ഷെ ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുഞ്ഞിന്റെ സ്പീച്ച് എന്തെങ്കിലും വേരിയേഷൻ ആയിട്ട് തോന്നിയിരുന്നു? പേര് പോലെ മറുപടി പറയുന്ന മോളായിരുന്നു. അവള് നന്നായി സംസാരിക്കും ഡോക്ടർ. കുഞ്ഞിന് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നിയിരുന്നോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിമോള് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ? മോക്ക് ഫിറ്റ്സ് വരുമായിരുന്നു, അതിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. ആ മെഡിസിൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫിറ്റ്സിന്റെ അല്ല, ബ്രെയിനിൽ ഉണ്ടായിരിക്കാവുന്ന ട്യൂമർ. അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ. ബ്രെയിനിന്റെ MRIക്ക് ശേഷം വിശദമായി ഇതിലും പറയാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജാനിമോള് ഇപ്പൊ എന്റെ കൂടി കുഞ്ഞാ. നിങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ടിട്ട് ബുദ്ധി മരിച്ച് ഐശ്വര്യം കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് നിന്ന് കരഞ്ഞ് വിളിച്ചൊരു സീൻ ഉണ്ടാക്കല്ലേ ഈ അമ്മയ്ക്ക് പറ്റുമോ? മഹിമ ഇപ്പൊ കാണിക്കണ്ട. പക്ഷേ ആദ്യം ബ്രെയിനിന്റെ MRI കഴിയട്ടെ, എന്നിട്ട് ഫർദർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഓക്കെ? കരഞ്ഞ് പിരിഞ്ഞ് കൈകുപ്പി ആശിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല, വെറും ഒരു ഡോക്ടറാ. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാം. കാണാൻ പറ്റാത്ത എന്താ പറയുന്നുണ്ട്? നീ വെറുതെ വീട്ടിൽ കൂട്ടാതെ അവിടെ ഇരിക്കേ. ജാനിമോൾക്കൊന്നും സംഭവിക്കില്ല. ദൈവവിശ്വാസം മോടെ ആരോഗ്യത്തിനും നമുക്ക് മനഃശക്തി കിട്ടാൻ പ്രാർത്ഥിക്കുക. ഈയിടെ വീട്ടിൽ പോയി വന്ന ശേഷം 2-3 ദിവസം മോള് മൂടൗട്ടായിരുന്നു.
സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അത് മാറി കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സാർ, ശരിക്കും സ്കൂളിൽ നിന്ന് എന്താ സംഭവിച്ചത്? ചെറിയ വെക്കേഷൻ കഴിഞ്ഞ് തുറന്നുകൊണ്ട് ഞാനിപ്പം തിരക്കിലായിരുന്നു. അല്പസമയം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ക്ലാസ് ടൈമിൽ കോറിഡോറിലൂടെ ജാനുമോള് തനിച്ച് ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട്. ക്ലാസ് ടൈമിൽ ലൈബ്രറിയിൽ എന്ത് കാര്യമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ മെല്ലെ എവിടേക്ക് ചെന്നു. എല്ലായിടത്തും തിരഞ്ഞു. ആരും കാണാത്തയിടത്ത് ജാനുമോൾ ഇരിക്കുന്നതാണ്. ഞാൻ മെല്ലെ മോളുടെ അരികിലേക്ക് ചെന്നു. മോളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നു ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഒരേ ദിശയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഞാൻ മോളെ ഇങ്ങനെ പിടിച്ച്, മോളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്തുണ്ടെങ്കിലും എബി മാഷോട് പറഞ്ഞോളെ. ജാനി മോളെ, എബി മാഷിന്റെ കണ്ണിലേക്ക് നോക്കി. വെട്ടിക്ക് പറ, മോളെന്തിനാ ഇവിടെ വന്നിരുന്നേ? എന്തെങ്കിലും സങ്കടമുണ്ടോ? പറ, സങ്കടമുണ്ടോ? പപ്പയും അമ്മയും വഴക്ക് പറഞ്ഞോ? പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ പണിഷ്മെന്റ് കൊടുക്കും കേട്ടോ. ഞങ്ങളുടെ കുട്ടി എന്താ സാറേ പറഞ്ഞത്? ജാനിമോളിന്റെ കണ്ണിലേക്ക് നോക്കി ചുണ്ടനക്കാൻ ശ്രമിച്ചു. എന്തോ പറയാൻ കുഞ്ഞിനാവ് ചലിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ശബ്ദം പുറത്തേക്ക് വന്നില്ല. എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനാവിൽ വാക്കുകൾ വഴങ്ങിയില്ല. ശബ്ദം പുറത്തു വരാതെ ആ കുഞ്ഞു ശരീരം ഈ കൈകളിലേക്ക് വീണു. ജാനിമോളെ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പരിശോധിക്കാൻ മദർ കുഞ്ഞിന് എന്താ പറ്റിയത്? നിങ്ങൾ അടങ്ങിയിരിക്കെ. ജന്മം കൊടുത്ത അച്ഛനും അമ്മയും ക്ഷമയോടെ ഇരിക്കുന്ന കണ്ടില്ലേ? അവരിരിക്കും, അവർക്ക് ഇരിക്കാലോ. അവർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് അതില്ലല്ലോ. സമാധാനപ്പെട്. കോപ്പിലെ വർത്താനം മാഷ ഞാളെ കുഞ്ഞ് സുഖമായിട്ട് കിടക്കുമ്പോ സമാധാനിക്കാൻ സന്തോഷിച്ച് അർമാദിച്ച കുഞ്ഞിനെ സങ്കടത്തിലേക്ക് വലിച്ചുകൊണ്ട് പോയി പറയടാ. ഞങ്ങളുടെ കുഞ്ഞിനെ ഇത് ഹോസ്പിറ്റലാ. എവിടെ കിടന്നെങ്കിലും ബഹളം വെക്കരുത്. കുഞ്ഞിനെ ചികിത്സിക്കാതെ കൊണ്ട് കൊണ്ടുപോകാൻ പറയും. അത് വേണോ? പ്ലീസ് പ്ലീസ്. നീ കളിയാക്കി പിടിക്കാറില്ലേ? പിന്തിമനും ഉരുളിവിനും ആ ടീമിന്റെ പള്ളിനെ കൊണ്ട് നടന്ന പോലെ ജാനിമോളെ തൊടിയിലും പാടത്തും ഒക്കെ ഞങ്ങൾ കൊണ്ട് നടന്നു. ഞങ്ങളുടെ കയ്യെ തോന്നി അത് തുള്ളിച്ചാടി നടക്കുന്നത് നീയൊന്നും കാണണമായിരുന്നു. ജാനിമോൾക്ക് എന്താ പറ്റിയത്? എല്ലാരും കൂടി അതിന് എന്താ ചെയ്യും? എന്ത് സൂക്കാണ് നിങ്ങൾ അതിന് വരുത്തി വെച്ചത്?
ഭാഗ്യമ്മ മകിയച്ചെന്ന് കണ്ടു. കണ്ടു. എന്നിട്ട് മഹിമ ബോധം പറ്റിയെടുക്കുന്നത് കണ്ടു. ഭാഗ്യമ്മ കുറെ കരഞ്ഞു. അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചില്ല. ഇല്ല. ഭാഗ്യമ്മ വിളിച്ച ഏത് അബോധാവസ്ഥയിലും അവൾ ഉണരുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് ആ അമ്മയെ. ഭാഗ്യമ്മക്ക് തിരിച്ചു. ഇത്രക്ക് പിടിവാശി ഇതുവരെ കണ്ടിട്ടില്ല. ആരെ സ്നേഹിച്ച് തോൽപ്പിക്കുമെന്ന് കണ്ണറിയണം. കിണ്ടിമനും ഉരുളിവിനും ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അവരെ. ഒരാൾ ജാനി ജാനി എന്ന് മന്ത്രിച്ച് ജാനി മോളെടുത്തും മറ്റേയാൾ മഹി മഹി എന്ന് പറഞ്ഞ് മഹിയുടെ അടുത്തും ഒരേ ഇരിപ്പാണ്. അനുജത്തിയോടും കുഞ്ഞിനോടും എന്തൊരു സ്നേഹമാണോ ഇവറ്റകൾക്ക്. വെറുതെ അല്ല ആ വീട്ടിൽ നിന്നും ജാനി മോൾ എന്റെ കൂടെ വരാൻ വിസമ്മതിച്ചത്. വാത്സല്യത്തിന്റെ പച്ചപ്പിൽ നിന്നാണ് ഞാൻ ജാനി മോളെ പറിച്ചെടുത്ത് കൊണ്ടുവന്നത്. 2 നാൾ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ മോൾക്ക് വല്ലപ്പോഴും ഭാഗ്യമേലെടുത്ത് മോളെ വിടണമായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ വന്ന് ജാനിയുടെ കാര്യത്തിൽ ഒത്തിരി മുന്നറിയിപ്പ് വന്നിരുന്നു. അതിലൊക്കെയും കുറച്ച് സത്യങ്ങളുണ്ടെന്ന് വൈശാഖിനെ ബോധ്യപ്പെട്ടല്ലോ. സന്തോഷം. സോറി സാർ. സോറി പറയേണ്ടത് എന്നോടല്ല, ഭാഗ്യമേട. അന്ന് ആ വീട്ടിൽ നിന്ന് ജാനിമോളെ പറിച്ചെടുത്ത് കൊണ്ടുപോയപ്പോൾ ആ അമ്മമ്മയുടെ ഹൃദയമാണ് മുറിഞ്ഞുപോയത്. സങ്കടം സഹിക്ക വയ്യാതെ അവർ വാതിലിന്റെ സ്ഥലത്ത് കയറിയിരുന്നു. അപ്പൊ മോളുടെ കുഞ്ഞും ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. മനക്കരുത്തുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നടക്കുന്ന ഒരാളാണ് ഭാഗ്യമാണ്. ഇല്ലാത്ത രോഗങ്ങളില്ല. ഭക്ഷണത്തേക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കുന്നു. മക്കളറിയാതിരിക്കാൻ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുക. ജീവിതത്തിൽ അവരുടെ ഒരു ആഗ്രഹവും നടന്നിട്ടില്ല. മരണത്തിലൂടെയെങ്കിലും അത് സാധിക്കണമെന്ന് അവർക്ക് വല്ലാത്തൊരു കൊതിയുണ്ട്. സാർ, 3 മക്കളെയും കൊടുത്ത് ജീവിതം ചവിട്ടിമെത്തിച്ച് കടന്നുപോയ ഭർത്താവിനേക്കാൾ അവരിപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്. അവരുടെ ജോൺ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രണയം തോന്നി ജോൺ. ആടും ജീവിച്ചിരിപ്പില്ല. പക്ഷെ ജോണിന്റെ ഓരോ ആടിനും കുടിമാടത്തിൽ അവർ റോസാപ്പൂക്കൾ വെക്കാറുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവരെ കത്തിക്കരുത്. വീട്ടുവളപ്പിൽ കുഴിമാടം ഉണ്ടാക്കി അടക്കം ചെയ്യണം. ഭൂമിയിലെ മതങ്ങളും മാമൂലുകളും അറിയാതെ മണ്ണുകടിയിൽ 2 മണ്ണിനുകളായി എനിക്കും ജോണിനും പ്രണയിക്കും. എപ്പോഴായാലും മകളും ഭർത്താവും അറിയണമല്ലോ. ഭാഗ്യമേ ഡോക്ടർ ഔഷധിപ്പോഴേക്കെത്തും. ഭാഗ്യമൊക്കെ ഡിപ്രഷനാ. 1-2 ദിവസമൊക്കെ കഴിയേണ്ടി വരും. 10-18 വയസ്സ് വരെ ഒരു പനി പോലും വരാത്ത കുഞ്ഞായിരുന്നു. കൂടെ ഇല്ലെങ്കിൽ അവൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവളുടെ അസുഖം ശരിയാവണമെങ്കിൽ ഞാനിവിടെ പഴയതുപോലെ തിരിച്ചു വരണം. പൂമ്പാറ്റേ, എനിക്കൊന്ന് മുറുക്കണമല്ലോടാ. എന്താ മനസ്സിനുണ്ടോ? ഡോക്ടർ MRI കോംപ്ലിക്കേഷനൊന്നുമില്ല. വേണമെങ്കിൽ ജാനിമോളൊക്കെ എന്ന് പറയാം. എന്നാ ഡോക്ടർ എന്നെ മോള് വിളിച്ചിട്ട് വിളിക്കാത്തത്, ഒന്ന് സംസാരിക്കാത്തത്? കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാതാവുക, വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കുക, സംസാരം കുറയുക, സോഷ്യൽ സ്കിൽ ഇല്ലാതാവുക തുടങ്ങി ഒരു തരം വെർച്വൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ പല കുട്ടികളിലും കണ്ടുവരുന്നു. അതൊരിക്കലും അവരുടെ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ അല്ല. നമ്മളായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ചില കുഴപ്പങ്ങളാണ്. 1 വയസ്സ് പോലും തിരിയാത്ത കുട്ടികൾക്ക് ഭക്ഷണം കഴിപ്പിക്കാനും കരച്ചിൽ നിർത്താനും മൊബൈൽ ഫോൺ കൊടുക്കുന്ന എളുപ്പ വഴി പല മാതാപിതാക്കളുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന അപകടത്തെ കുറിച്ച് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. കുട്ടികളെ ഒക്കെ തിരുത്തി കാക്കയും പൂച്ചയും പക്ഷികളെയും കാണിച്ചു കൊടുത്തു. ഒരു പ്രത്യേക തഞ്ചത്തിലായിരുന്നില്ലേ നിങ്ങളൊക്കെ കുട്ടികളെ കൂട്ടിയത്? നിങ്ങൾ ഭക്ഷണം മാത്രമല്ല അവർക്ക് നൽകിയത്. അതേസമയം പ്രകൃതിയെയും ജീവജാലങ്ങളെയും നിങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി. ഇപ്പൊ നടക്കും നടക്കില്ല. ഇപ്പോഴത്തെ പേരൻസിന് കുറ്റം പറയാൻ പറ്റില്ല. മാഷേ, ലോക്ക്ഡൌൺ സമയത്ത് LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോഴല്ലേ നമ്മൾ അവർക്ക് മൊബൈൽ ഫോൺ കൊടുത്തത്? അതോടുകൂടി കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്റ്റായി. ഫോണായാലും TV ആയാലും നിയന്ത്രണമില്ലാത്ത സ്ക്രീൻ ടൈം കൂടിയ കുട്ടികൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു. പക്ഷെ ജാനിമോളുടെ കാര്യത്തിൽ അത് മാത്രമല്ല, അവളുടെ കുഞ്ഞു മനസ്സിൽ എന്തോ കാര്യമായി ഷോക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ ചില സൂചനകൾ അവളുടെ ബ്രെയിൻ കാണിക്കുന്നു. അത് മാറിയില്ലെങ്കിൽ കുഞ്ഞൊരിക്കലും സംസാരിക്കില്ല. സംസാരിക്കാൻ വേണ്ടി അവളെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകണം ഡോക്ടർ. എവിടെ കൊണ്ടുപോയാലും എസ്തർജന വേണമെന്ന് പറയും. പക്ഷെ അത് ഒഴിവാക്കാൻ
നമുക്ക് മറ്റൊരു പരീക്ഷണം നടത്തിയോ? അതെന്താണല്ലോ അവഞ്ഞു പോയ അവളുടെ മനസ്സിൽ അവൾ അനുഭവിച്ചതിൽ വലിയ ഒരു ഇമോഷണൽ ബ്ലാസ്റ്റ്, വൈകാരിക സ്ഫോടനം. അതവൾ കാണുകയോ കേൾക്കുകയോ വേണം. അതല്ലെങ്കിൽ കുഞ്ഞിന്റെ ലിറ്റിൽ മെമ്മറീസ് തിരിച്ചുകൊണ്ടുവരാൻ അതിനും 50-50 ചാൻസേ ഉള്ളൂ. അതും പരാജയപ്പെട്ടാൽ സർജറി തന്നെ വേണ്ടി വരും. എന്റെ ഡോക്ടർ, എന്റെ മോളെ കീറി മുറിക്കണ്ട. മോളെ നമുക്ക് പുറത്തേക്ക് ഇരിക്കാനും കൊണ്ടുപോകാൻ കഴിയും. വേണം, പക്ഷേ നല്ല കെയറാ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. 2 ദിവസം കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടു തരാം. അതിനുള്ളിൽ മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ തിരിച്ചുകൊണ്ടുവരണം. അധികം വൈകിയ കുഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകും. ഓക്കെ ഓക്കെ പൈസ ശരി. മാഷേ, ഒരു പരീക്ഷണത്തിന് മുതിർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ? നമുക്ക് ഈ സർജറി ഒഴിവാക്കാൻ പറ്റുമോ നോക്കാം. മാഷ് മോളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. ഇവിടെ മഹിമയ്ക്ക് ഞാൻ കൂട്ടുന്നോളാം. എന്റെ മോളുടെ വായിന്ന് അമ്മമ്മയെന്നൊന്ന് വിളിച്ച് കേട്ടാ മതി എനിക്ക്. നിങ്ങൾക്കെല്ലാം മനസ്സ് കൈവിടല്ലേ. എല്ലാ പരാജയങ്ങൾക്ക് മുന്നിലും ഒരു വിജയം കാത്തിരിപ്പുണ്ട്. ഓരോരോ പ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജാനിമോളെ നമ്മൾ അവൾക്ക് ഇഷ്ടമുള്ള ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ജീവിതത്തോട് നമുക്കങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റുമോ? ഭാഗ്യം. നമ്മൾ വെറുതെ കിടന്ന് ഓരോന്ന് കാണിച്ചു കൂടിയെന്നല്ലാതെ കാര്യങ്ങളൊന്ന് നോക്കുപോലും ചെയ്തു. അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. നശിക്കാൻ എന്താ ഭാഷയുള്ള ഒന്നും വന്നതുപോലെ പെട്ടെന്നൊന്നും തിരിച്ചു പോകില്ലല്ലോ. നമുക്ക് ശ്രമിക്കാം. ഈ കുഞ്ഞുപ്രായത്തിലെ തലച്ചോറിന്റെ ശസ്ത്രക്രിയ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. 2 ദിവസം ഉണ്ടല്ലോ. അതിനിടയിൽ മാറ്റത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടാലും എനിക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ മക്കളെ ഓർത്ത് സന്തോഷിക്കാനും മാത്രം ദൈവം എനിക്കൊന്നും കരുതി വെച്ചിട്ടില്ലല്ലോ. എന്തിനാണ് പറയുന്നത്? ഞാനിപ്പോൾ എനിക്കിപ്പോ സങ്കടമല്ലേ തരുന്നത്. എനിക്ക് ജാനിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൾ സംസാരിക്കും. ഭാഗ്യമ്മ അമ്മമ്മ എന്ന് വിളിക്കും. സ്വന്തം മക്കളിൽ ആദ്യം ആത്മവിശ്വാസം ഉണ്ടാവട്ടെ മാതാപിതാക്കൾക്ക്. ഭാഗ്യമ്മ ജാനിയെ ഉപയോഗിച്ച് ഇവിടെ വെച്ചപ്പോ ആ കണ്ണിൽ ഞാൻ വല്ലാത്തൊരു തിളക്കം കണ്ടു. സത്യമാണോ? ഓളെ നോക്കിയോ? നോക്കിയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്തൊക്കെ കളിച്ചിട്ടും കാര്യങ്ങളും മിണ്ടുന്നില്ല. എന്താ അമ്മ ജാനിമോള് മിണ്ടാത്ത? ജാനിമോളിനും മിണ്ടില്ല. ജാനിമോളെ ഈ വിമർശനത്തെ വിളിച്ചേ. ജാനിമോളെ ആരൊക്കെ വിളിച്ചാലും അമ്മമ്മയുടെ ജാനിമോളെ മിണ്ടില്ല. ഞാൻ എന്റെ കുട്ടിക്ക് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാൻ പോവാ. എന്റെ മാഷെ, മോളെ തന്നെ ശ്രദ്ധിച്ചോണേ. നിങ്ങളെല്ലാവരും ജാനിമോളെ തന്നെ ശ്രദ്ധിക്കണേ. എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് പോകണമെന്നാ അമ്മ പറഞ്ഞത്. ഇതിപ്പോ ഒരു വാക്ക് പോലും പറഞ്ഞു. ഞാനിമോളെ അമ്മമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിൽ ഭാഗ്യമ്മ മരിക്കില്ലായിരുന്നു. മരണം ഒരു വല്ലാത്ത മറ്റടുത്ത ഉറപ്പാണ്. അതെ മുന്നേറ്റം മുന്നോട്ടാ വിളിപ്പേ. മരണം ഒരു ദിവസം നമ്മളെ പിടിക്കും.
കാണാതെ ഒരു വിട്ടാൽ മതി. നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണെന്നറിയാം, പക്ഷെ എനിക്കിപ്പോ നിങ്ങളെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടി ആരും കഷ്ടപ്പെടണ്ട. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നാണ് പോയില്ലേ അമ്മ അമ്മയായിരുന്നു രണ്ടാൾക്ക് വാസന. ഞാനിങ്ങോട് അമ്മമ്മയെന്ന് വിളി കേൾക്കാതെ ഭാഗ്യമേയും പോയി. വല്ലാത്തൊരു ദുരന്തമായി പോയി. ഞാനിപ്പോൾ കൊണ്ടുവന്ന ഡോക്ടറെ വിളിച്ചിരുന്നു. ഞാനിപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം. ഹെഡ് സർജറി ചെയ്തില്ലെങ്കിൽ ആ സാധ്യതയും ഒന്നുമാണ്. നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയില്ല. ഇനി ആ പരീക്ഷണങ്ങളൊന്നും വിജയിക്കില്ല. എത്രയും പെട്ടെന്ന് ഞാനിവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം. ഇക്കാര്യം മഹിമയോട് സംസാരിക്കണം. മഹിമയോട് സംസാരിച്ചു. അവളകത്തുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അമ്മയൊന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിലാണ്. ഞാനിപ്പോഴും അകത്തേതോ മൂലയിൽ ഒന്നും ഉണ്ടാതിരിപ്പുണ്ട്. ഇനി വൈകിയേ പറ്റില്ല. നാളെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം. ഞാൻ നാളെ ഹോസ്പിറ്റലിലേക്ക് വരാം. ഇവിടെ പോകാൻ അവിടെ വിളിച്ച പിടിക്കില്ലല്ലോ. നിങ്ങൾ എല്ലാവർക്കും നോക്കിയേ. അമ്മൂമ്മേ, വാ അമ്മൂമ്മേ, എണീക്ക് അമ്മൂമ്മേ. മണ്ണിൽ കിടക്കാതെ എണീക്ക് അമ്മൂമ്മേ. വാ നമുക്ക് കളിക്കാം അമ്മൂമ്മേ. ദൈവം അമ്മൂമ്മയുടെ ജീവനെടുത്തു. അമ്മൂമ്മ ജാനിമോൾക്ക് ജീവിതം തിരിച്ചു തന്നു. ഏതോ പിടിവാശിയുടെ പേര് എന്റെ അമ്മയൊന്നും കാണാൻ പറ്റില്ല. ഞാനോ മനസ്സിലായോ? മോളെ, ഇവിടെ ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കും. മോളുടെ അമ്മ മരിച്ചു ഉണ്ടല്ലോ. നിൽക്കുന്നു. അമ്മക്ക് അമ്മൂമ്മ ആവാൻ പറ്റുമോളെ? അപ്പാക്ക് അപ്പനാവാനും പറ്റും.
ഓടല്ലേ ഓടല്ലേ വീഴും കുഞ്ഞാ നിക്ക് ഓടല്ലേ ഓടല്ലേ ഒന്നും പറയണ്ട മാഷ്, വല്ലാത്ത ചേഞ്ചാണ് ജാനിമോൾക്കുണ്ടായത്. പിന്നെ മാഷ് പറയുന്ന പോലെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടാത്തതെല്ലാം നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ വീടുകളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്ന അമൂല്യമായ മാനുഷിക മൂല്യങ്ങൾ കൂടി മക്കൾക്ക് കൊടുക്കണമെന്ന്. വൈശാഖിനെ മഹിമയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇപ്പോഴത്തെ സ്റ്റുഡൻസും പാരൻസും എല്ലാ തരത്തിലും ബ്രില്യൻ്റാണ്. പക്ഷേ അപൂർവം ചില കുട്ടികൾ കാണിക്കുന്ന ക്രിമിനൽ സ്വഭാവം കാണുമ്പോഴുള്ള ആശങ്കയിലാണ് അധ്യാപകനെ കല്ലെറിഞ്ഞ ജാനിമോളെ ഞാൻ പിന്തുടരാൻ തുടങ്ങിയത്. നമ്മുടെ നോട്ടപ്പിഴ കൊണ്ട് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടരുത്. സാറേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറ് ഞങ്ങളെ മൂക്ക് വേണ്ടി എടുത്ത എഫേർട്ട് ഒരിക്കലും മാറ്റില്ല ഞാൻ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ആ സാറേ, ടീച്ചർ വരുന്നുണ്ട് കേട്ടോ, ജാനി ടീച്ചർ. ടീച്ചറെ മധുരമുള്ള ഉറുമ്പുകൾ കൂട്ടമായി വരുന്നത് എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണ് അറിയുന്നത്? എന്താ നിന്റെ കുട്ടൻസ്? മനോജാ, വീഡിയോ കേട്ടോ? ഒന്നുകൂടെ വിളിച്ചേ. വിളിക്കട്ടെ? എണ്ണി മനു, ഉരുളി വിനു. ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് അനിയത്തി മാത്രമല്ല, അമ്മ കൂടിയാണ്. നമ്മുടെ ഭാഗ്യം നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാൻ ഇനി നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങളുണ്ടാവും കൂടെ, ഒന്നിനും ഒരു കുറവും വരുത്തില്ല. അനിയത്തിയമ്മേ, നമ്മുടെ കുട്ടികൾ വരുന്നതാ. എനിക്കിത് രണ്ടാം ബാല്യം. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും കുഞ്ഞുമക്കൾക്കൊപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പോലെ ശോഭിക്കാതെ നിറഞ്ഞ വാത്സല്യത്തോടെ അവരുടെ കടിയിലും ചിരിയിലും പങ്കുചേരാനും ഈ മണ്ണിൽ ചവിട്ടി നടത്താനും ക്ലാസ്സിലില്ലാ പാഠങ്ങൾ പഠിപ്പിക്കാനും ഓരോ മാതാപിതാക്കളും ഒരല്പസമയം നീക്കിവെച്ചാൽ മക്കളുടെ മാനസികാരോഗ്യം വർദ്ധിക്കും. അവരിലെ അക്രമവാസന കുറയും. അവർ ഒന്നിനും അടിമയായി പോകില്ല. Child is the reward of love. ആരാ എനിക്കും ജാനിമോൾക്കും ഇടയിൽ തിരശീലയിട്ട് മറയ്ക്കാൻ നോക്കുന്നത്? വേണ്ട, തലമുറകൾക്കിടയിൽ തിരശീലയിട്ട് അകറ്റരുത്.